ഹലോ വെൽക്കം ടു Aamis ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അതിലെ ആക്ടിവിറ്റീസിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ കുറച്ച് ബാക്കിലേക്കാണ്. സോ നിങ്ങളുടെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് നമ്മൾ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് റിവൈസ് ആൻഡ് റിഫ്ലക്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ പേഷ്യൻസ് കൺവിക്ഷൻ വിൽ പവർ ഇൻ ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ക്യൂർഡ് ഓഫ് എ ഡിസീസ്? ഡു യു തിങ്ക് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് റോൾ? വൈ? കൺവിക്ഷൻ അല്ലെങ്കിൽ വിൽ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കട്ടിയെയാണ് പറയുന്നത് കേട്ടോ, നമ്മുടെ ശക്തിയെയാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു രോഗം ഭേദമാക്കാൻ വേണ്ടി മനസ്സിന് ശക്തി മതി എന്ന് പറയുന്നത് ശരിയാണോ? അതിനോട് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. കൺവിക്ഷൻ ആൻഡ് വിൽ പവർ പ്ലേ വെരി പ്രോമിനൻറ്റ് ആൻഡ് പോസിറ്റീവ് റോൾ ഇൻ എ പേഷ്യൻസ് ലൈഫ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കേട്ടാൽ എല്ലാവർക്കും അറിയാൻ പറ്റും പ്രോമിനൻറ്റ് എന്നുള്ള എൻ്റെ വാക്കിൻ്റെ മീനിങ്. പ്രോമിനൻറ്റ്, ഡോമിനൻറ്റ്, ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാം ഒരേ മീനിങ്ങാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്, ഈ കൺവിക്ഷൻ, വിൽ പവർ എന്നൊക്കെ പറയുന്നത്. അതുമാത്രമല്ല അതിനൊരു പോസിറ്റീവ് റോളും കൂടി ഒരു രോഗിയുടെ ജീവിതത്തിലുണ്ട്. ദേ അലോങ് വിത്ത് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ് റൈസ് എ പേഷ്യൻറ്റ് സ്പിരിറ്റ് ആൻഡ് വിൽ ഹെൽപ്പ് ഹിം ഹെർ ടു ഓവർകം ദി ഡിസീസ്. ഒരു ഡിസീസിനെ മറികടക്കാനായിട്ട് പിന്നെ എന്താ വേണ്ടത്? ഹോപ്പ്, പ്രതീക്ഷ, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു രോഗത്തിനെ മറികടക്കാം. മെനി പ്രോമിനൻറ്റ് പേഴ്സൺ ഹാവ് സക്സസ്ഫുള്ളി ഫോട്ട് ഈവൻ ടെർമിനൽ ഡിസീസസ്. പല എന്താ പറയുക, ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളെയാണ് ടെർമിനൽ ഡിസീസ് എന്ന് പറയുന്നത്. അതുവരെ ആൾക്കാർ മനക്കട്ടി കൊണ്ട് ഭേദപ്പെടുത്തിയിട്ടുണ്ട് വിത്ത് ദെയർ വിൽ പവർ. ഫോർ എ സൗണ്ട് ബോഡി വൺ നീഡ്സ് എ സൗണ്ട് മൈൻഡ്. എപ്പോഴും ഈ സൗണ്ട് ബോഡി എന്ന് പറയുന്നത് നല്ല ഉന്മേഷമുള്ള ശരീരത്തിന് എപ്പോഴും ഉന്മേഷമുള്ള ഒരു മനസ്സ് വേണം, അതാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ബർമാൻ ഡ്രൂ ദ ലീവ് നോയിങ് വെൽ ദാറ്റ് ഹി വാസ് റിസ്കിങ് ഹിസ് ഓൺ ലൈഫ് ഗിവ് റീസൺ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബർമാൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആൾ അവിടെ ഇല വരയ്ക്കുന്നുണ്ട്. അത്രയും കോരിച്ചൊരിയുന്ന ആ ഒരു മഞ്ഞിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അവിടെ ഇരുന്ന് വരയ്ക്കുന്നത്. അത് അദ്ദേഹത്തിന് തന്നെ നാളെ ഒരു പനി, ന്യൂമോണിയ വരുന്ന ആൾക്ക് അറിയാമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ബർമാൻ ഓൾവേസ് കോൾഡ് ഹിംസെൽഫ് ആസ് എ വാച്ച് ഡോഗ് ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ ടു ആർട്ടിസ്റ്റ്. അവിടെയുള്ള ആ രണ്ട് ആർട്ടിസ്റ്റിനെ നമുക്കറിയാലോ, ആ രണ്ട് ആർട്ടിസ്റ്റിൻ്റെയും ഒരു വാച്ച് ഡോഗ്, ഒരു കാവൽക്കാരനായിട്ടാണ് താൻ നിൽക്കുന്നതെന്ന് ആൾ സ്വയം പറയാറുള്ളത്. അവരുടെ ഒരു പ്രൊട്ടക്ടറാണ് താൻ, അവരുടെ ഒരു സംരക്ഷകനാണെന്ന് അയാൾ സ്വയം വിലയിരുത്താറുണ്ട്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു അണ്ടർസ്റ്റാൻഡ് ദ അൺകാനി ബിലീഫ് ഓഫ് ജോൺസി ആൻഡ് ഹി വാസ് വെരി കൺസേൺ. ഈ ജോൺസിക്ക് ഉണ്ടായ ഈ ഒരു അൺകാനി ബിലീഫ്, അൺകാനി എന്ന് പറഞ്ഞാൽ അസാമാന്യമായ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഒരു സാധാരണമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്ന കാര്യമല്ല, അതാണ് അൺകാനി എന്ന് പറയുന്നത്. ബിലീഫ് നമുക്കറിയാം, വിശ്വാസം. അപ്പോൾ ജോൺസിയുടെ ഇങ്ങനെ ഈ ഒരു അവസാനത്തെ ഇലയും പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആൾ ഒരുപാട് ഉത്കണ്ഠ അങ്ങനെ ആൾക്കുണ്ടായിരുന്നു, കൺസേൺഡ്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടീനെ ഇതും പറഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു വിഷമം. ഔട്ട്സൈഡ് ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി ആൻഡ് ദർ വാസ് വെരി പോസിബിലിറ്റി ദാറ്റ് ഹി വുഡ് ഗെറ്റ് ന്യൂമോണിയ. നല്ല മഴയും മഞ്ഞും പുറത്തുണ്ടായിരുന്നു, ന്യൂമോണിയ കിട്ടാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നു. സ്റ്റിൽ ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ് ബിക്കോസ് ഹി വാണ്ടഡ് ജോൺസി ടു ലിവ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബർമാൻ അവിടെ പോയിട്ട് ചിത്രം വരച്ചത്. കാരണം എന്താ, ജോൺസിക്ക് ജീവിതം തിരിച്ചു കിട്ടണം എന്നുള്ള ആ ഒരു മനസ്സുകൊണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ പെയിൻറ്റിംഗ് വാസ് ബർമാൻസ് മാസ്റ്റർ പീസ്? സബ്സ്റ്റാൻഷിയേറ്റ് വാട്ട് മെസ്സേജ് ഡസ് ഇറ്റ് കൺവേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബർമാൻ്റെ ഒരു മാസ്റ്റർ പീസ് ഉണ്ടെന്ന് ബർമാൻ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു ലീഫ്, ആ ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ബർമാൻ്റെ മാസ്റ്റർ പീസാണോ? നിങ്ങളൊന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ദ പെയിൻറ്റിംഗ് വാസ് ബർമാൻസ് മാസ്റ്റർ പീസ്. ബർമാൻ്റെ മാസ്റ്റർ പീസ് തന്നെയാണ്. ഇറ്റ് വാസ് നോട്ട് എ മിയർ പെയിൻറ്റിംഗ്. അത് ജസ്റ്റ് ഒരു പെയിൻറ്റിംഗ് മാത്രമല്ല, ബട്ട് എ ലൈഫ് സേവിങ് വൺ ആസ് ഇറ്റ് ട്രാൻസ്ഫോം ജോൺസി ടു എ വുമൺ ഹു വാണ്ട്സ് ടു ലിവ് ആൻഡ് നോട്ട് ഡൈ. അത് ജോൺസി പോലെയുള്ള ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ പ്രേരിപ്പിച്ചൊരു ചിത്രമാണ്. ഇറ്റ് ഈസ് ഇൻഡീഡ് എ മാസ്റ്റർ പീസ് ആസ് ഇറ്റ് ഗിവ് ലൈഫ് ടു സമ്മൺ. ഒരാൾക്ക് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ജീവൻ കൊടുത്തേക്കാണ് നമ്മുടെ ബർമാൻ ഇവിടെ. അപ്പോൾ അത് തന്നെയാണ്, ആ ഒരു ചിത്രം തന്നെയാണ് ഒരു മാസ്റ്റർ പീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണം. ആക്ടിവിറ്റി 1, നൗ ദാറ്റ് യു ഹാവ് റീഡ് ദ സ്റ്റോറി ദ ലാസ്റ്റ് ലീഫ് കംപ്ലീറ്റ് ദ സ്റ്റോറി മാപ്പ് ഗിവൺ ബിലോ. അപ്പോൾ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്കറിയാം. ഇനി ഈ ഒരു സ്റ്റോറി മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടൈറ്റിൽ ഓദർ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലീഫാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, അതാണ് ടൈറ്റിൽ. ഓദർ ഏതാണ്? ഓ ഹെൻറി. അതുപോലെ ക്യാരക്ടേഴ്സ് സ്റ്റ്യൂ, ജോൺസി, മിസ്റ്റർ ബർമാൻ, ഡോക്ടർ. സെറ്റിങ്സ്, അവിടുത്തെ ആ ഒരു എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്? ഗ്രീൻവിച്ച് വില്ലേജ്, ന്യൂയോർക്ക് സിറ്റി. പ്രോബ്ലം, ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണ്? ജോൺസി ഹാസ് ഗിവൺ അസ് ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് വെൽ. ഷീ ബിലീവ് ദാറ്റ് വെൻ ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ വൈൻ ഫാൾസ് ഷീ വിൽ ഡൈ. അപ്പം ജോൺസിക്ക് എല്ലാവിധ പ്രതീക്ഷകളും പോയി. ഗിവൺ അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? പോയി. താൻ ഒന്ന് ഭേദമായി വരും എന്നുള്ള പ്രതീക്ഷ പോയി. ഷീ ബിലീവ് ദാറ്റ് വെൻ ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ വൈൻ ഫാൾ ഷീ വിൽ ഡൈ. അവസാനത്തെ ഒരു ഇല വൈൻ ട്രീമുള്ളത് താഴെ വീഴുമ്പോൾ താനും മരിക്കും എന്ന് ജോൺസി വിശ്വസിച്ചിരുന്നു.
അവിടുത്തെ മെയിൻ ഇവൻറ്റ്സ് എന്താണ് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജോൺസി ആൻഡ് സ്യൂ ആർ ആർട്ടിസ്റ്റ് ഹു മൂവ് ഇൻ ടു ഗ്രീൻവിച്ച് വില്ലേജ് ഇൻ ന്യൂയോർക്ക് സിറ്റി ടു ഏൺ എ ലിവിങ്. ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ആർട്ടിസ്റ്റുകൾ ഗ്രീൻവിച്ച് വില്ലേജിൽ വന്ന് താമസിച്ചു. അതാണ് ജോൺസി, സ്യൂ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കലാകാരികൾ. ന്യൂമോണിയ അറ്റാക്സ് ജോൺസി ആൻഡ് ഷീ ഫോൾസ് ഇൽ. ന്യൂമോണിയ ആ സമയത്ത് ജോൺസിയെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ആളെന്ത് ചെയ്തു, കീഴ്പ്പെട്ടു. എന്നിട്ട് അസുഖത്തിലായി, അവിടെ കിടപ്പിലായി. ഷീ റിലേറ്റ് ഹെർ ലൈഫ് വിത്ത് ലീവ്സ് ഓൺ ദ ഐവി വൈൻ. അവിടെ ഒരു വൈൻ ട്രീ ഉണ്ടായിരുന്നു. ആ വൈനിലെ ഇലകളായിട്ടാണ് അവളുടെ ജീവിതത്തെ അവൾ അവിടെ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബിലീവ് ദാറ്റ് വെൻ ദ ലാസ്റ്റ് ലീവ് ഫോൾ ഷീ വിൽ ഡൈ. അതിൽ അവസാന ഇല വീഴുമ്പോൾ താനും മരിക്കുമെന്ന് വിശ്വസിച്ചു. ബെർമാൻ, an old artist, risks his life and paints a leaf on the wall, his masterpiece. ബെർമാൻ എന്തു ചെയ്തു, അദ്ദേഹത്തിൻ്റെ ലൈഫ് റിസ്കിലാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ അവിടെ പോയി അവൾക്ക് വേണ്ടി അവസാനത്തെ ലീഫ് അദ്ദേഹം വരച്ചു വയ്ക്കുകയാണ്. The least leaf on the ivy vine makes Johnsy understand her foolishness and she survives. അവസാനത്തെ ഇല വരച്ച ആ ലീഫ് ഒരിക്കലും കൊഴിഞ്ഞു വീഴുന്നില്ല. അതുകൊണ്ട് ആൾക്ക് എന്ത് മനസ്സിലായി, താൻ ഇത്രയും നാൾ ചിന്തിച്ചത് ഒരു ഫൂളിഷ്നെസ് ആയിരുന്നു എന്ന് അവൾ മനസ്സിലാക്കി. അവൾ എന്ത് ചെയ്തു, ഷീ സർവൈവ്. ആ ഒരു അസുഖത്തെ അതിജീവിച്ചു. അതാണ് സർവൈവ് എന്ന് പറയുന്നത്. ഇനി സൊല്യൂഷനാണ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കറുപ്പിൽ വൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ സൊല്യൂഷൻ കേട്ടോ. വെൻ ദ ലാസ്റ്റ് ലീഫ് ഫോൾ, അവസാനത്തെ ഇലയും വീണപ്പോൾ മിസ്റ്റർ ബെർമാൻ പെയിൻറ്റ് എ ലീഫ് ഓൺ ദ വാൾ ആൻഡ് ഇറ്റ് സേവ് ജോൺസി ലൈഫ്. അവിടെ ഉണ്ടായ സൊല്യൂഷൻ എന്താ, അവസാനത്തെ ആ ഒരു ഇല വീണപ്പോൾ ബെർമാൻ പോയിട്ട് അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചു. അത് അവളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇവളുടെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. തീം എന്ന് പറയുന്നത് ലവ് വരുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്, ഹോപ്പ് വരുന്നുണ്ട്, പ്രതീക്ഷ, വിൽ പവർ, മനസ്സിൻ്റെ കട്ടി, സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് ബെർമാൻ അവിടെ അവളുടെ ജീവൻ രക്ഷിച്ചത്. അതാണ് ത്യജിക്കുക, ത്യാഗം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ല. Next activity 2. Sue and Berman have different character traits, yet they have something in common. Fill in the character indication map given below using words that describe the characters and their actions and then quote sentence from the story to justify your words. അപ്പോൾ ഇവിടെ നമുക്ക് സ്യൂ, ബെർമാൻ. ആദ്യം സ്യൂവിൻ്റെ തന്നിട്ടുണ്ട്, കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കൊടുത്തിരിക്കുന്ന കുറച്ച് വേർഡ്സ്, അതിൻ്റെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോയൽ എന്ന് കാണിക്കുന്നത് ഏതെങ്കിലും സെൻറ്റൻസിൽ പറയുന്നുണ്ടോ, അതിനോടനുബന്ധിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ എന്തെങ്കിലും ക്വാട്ട്സ് ഉണ്ടോ, അതൊക്കെ നമ്മൾ എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ അതിൽ കൊടുത്തിട്ടുണ്ട് ലോയൽ എന്നുള്ളത്. ലോയൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരാളുടെ അടുത്ത് സത്യസന്ധമായിട്ട് നിൽക്കുക, വിശ്വസ്തനായി നിൽക്കുക എന്നൊക്കെ പറയും. ഇനി അവിടുത്തെ ഒരു ആക്ഷൻ, ഡിസൈഡഡ് ടു സ്റ്റേ വിത്ത് ജോൺസി ആൻഡ് ചിയർ ഹെർ അപ്പ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, സ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്യൂവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്, സ്യൂവിൻ്റെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. ജോൺസിയോടൊപ്പം ജോൺസിക്ക് എന്ത് വന്നാലും കൂടെ നിൽക്കാം, വിശ്വസ്തയോടുകൂടി നിൽക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ചിയർ ഹെർ അപ്പ്, അവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാം. കോട്ട്, അവിടെ അദ്ദേഹം അല്ലെങ്കിൽ സ്യൂ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഉണ്ട്. ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളത്. അടുത്തത് കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ഒരാളെ പരിഗണിക്കുക, ഒരാളെ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കരുണ കാണിക്കുക. അപ്പോൾ അത് പറയുന്ന ആക്ഷൻസ് എന്താണെന്നുള്ളത്, ഷീ ട്രൈ ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ജോൺസി, ഷീ വോണ്ടഡ് ടു മേക്ക് മണി ടു ബൈ സം ഗുഡ് പാർട്ട് വൈൻ ഫോർ ജോൺസി. അപ്പോൾ ജോൺസിയുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം അവൾക്ക് കൂട്ടണം. അതാണ് കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കരുണ കാണിക്കുക, അതുപോലെ തന്നെ കൺസിഡറേറ്റ്, അവളെ പരിഗണിക്കുക, അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ അവൾക്ക് കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് അത് വിൽക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ജോൺസിക്ക് എന്ത് വേണം, വൈൻ മേടിച്ചു കൊടുക്കണം. അപ്പോൾ ജോൺസിക്ക് അവിടെ കൺസിഡറേഷൻ കൂടുതൽ കൊടുക്കുക, പരിഗണന കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഇനി അത് പറയുന്ന ഒരു കോട്ട്, ദ ഡോക്ടർ ഡിഡിൻറ്റ് സേ പോട്ട് വൈൻ. ഡോക്ടർ അവിടെ വൈൻ മേടിച്ചു കൊടുക്കാനോ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ ജോൺസിനെ കൺസിഡർ ചെയ്തിട്ടാണ് സ്യൂ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, കാരണം കുറച്ച് അധികം ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് സെൻറ്റൻസും ലാസ്റ്റ് ഭാഗം കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ആ ഒരു പോർഷൻ നിങ്ങൾ എടുത്ത് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് സെൻസിറ്റീവ് ആൻഡ് തോട്ട്ഫുൾ. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർ, സങ്കടം വന്നാൽ വേഗം സങ്കടം വരും, വിഷമം അതുപോലെ സന്തോഷമാണെങ്കിൽ വേഗം സന്തോഷിക്കും, അങ്ങനെയുള്ള ആൾക്കാർ. തോട്ട്ഫുൾ, ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാർ. സ്യൂവിൻ്റെ ക്യാരക്ടേഴ്സാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്യൂയുടെ സെൻസിറ്റീവും തോട്ട്ഫുള്ളാണ് എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്, വിതൗട്ട് ഷോയിങ് ഹെർ സാഡ്നെസ് ഷീ കെപ്റ്റ് അപ്പ് എ ചെയർഫുൾ ഫേസ്. അവളുടെ ഉള്ളിലെ വിഷമം പുറമെ കാണിക്കാണ്ട് ഒരു ഹാപ്പി ഫേസിൽ അവിടെ നിന്നു. അത് പറയുന്ന 2-3 ലൈൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജോൺസി ഡിയർ വർക്കിംഗ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അവിടെ തൊട്ട് ലാസ്റ്റ് വരെ വാട്ട് ഷാൾ ഐ ഡു എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. നമുക്കിപ്പോൾ ഇത് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്യൂയുടെ ആയാലും ബെർമാൻ്റെ ആയാലും ജോൺസിയുടെ ആയാലും ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാൻ പറയുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് അറിയണം. അതിനാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നത് കേട്ടോ.
നെക്സ്റ്റ് സെൽഫ്ലെസ് ആൻഡ് സാക്രിഫൈഷ്യൽ. അപ്പോൾ എന്താ ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുക. സെൽഫ്ലെസ്, സ്വന്തം കാര്യം നോക്കാതെ അവൾക്ക് വേണ്ടി ജീവിക്കുക. എന്താണ് അതിന് പറ്റിയ ഒരു ആക്ഷൻ, അവിടെ ചെയ്യുന്ന പ്രവൃത്തി? ഷി വെൻറ്റ് ഇൻ ടു ജോൺസീസ് റൂം വിസിലിംഗ്. ഷി ട്രൈ ടു ഹൈഡ് വാട്ട് ദ ഡോക്ടർ ടോൾഡ് ഹെർ. ഷി ട്രൈ ടു കൺസോൾ ജോൺസി. ഷീ മെയ്ഡ് മണി ടു ബൈ സം ഗുഡ് പാർട്ട് വൈൻ ഫോർ ജോൺസി. എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവൾ ഒട്ടും എന്താ പറയുക, സ്വന്തം കാര്യം നോക്കുന്നില്ല. ജോൺസിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇപ്പോൾ ഓരോ നിമിഷം ജീവിക്കുന്നത് എന്നറിയുന്നത്. ജോൺസി എന്ത് ചെയ്യുന്നുണ്ട്? വിസിലടിച്ച് വരുന്ന ആളാണ്. റൂം എത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സൈലൻ്റ് ആവും. ജോൺസി ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ജോൺസിയോട് പറയുന്നില്ല. പിന്നെ ജോൺസിനെ കൺസോൾ ചെയ്യാന്ന് വെച്ചാൽ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഷീ മെയ്ഡ് മണി. പിന്നെ നമ്മുടെ സ്യൂ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ? അവൾക്കൊരു വൈൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നൗ ട്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചാപ്റ്ററിൽ കുറച്ച് സെൻറ്റൻസ് കൊടുക്കുന്നുണ്ട്. അത് ഇതിന് ഉദാഹരണമാണ് കേട്ടോ. നിങ്ങളെപ്പോഴും ലൈൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ അതിൻ്റെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. എന്താണ് ക്യാരക്ടേഴ്സ്, എന്താണ് സ്യൂയുടെ ക്യാരക്ടർ, എന്താണ് കാണിക്കുന്നത്, അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ബെർമാൻ്റെ ആണ്. അപ്പോൾ ബെർമാൻ്റെ കുറച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുടെ കുറച്ച് ക്യാരക്ടേഴ്സ് എഴുതുക, അത് ഉണ്ടാവുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ് അത് എഴുതുക. ആൾ എംബീഷ്യസ് ആണ്. ഹി ഓൾവേസ് ടോക്ക്ഡ് അബൌട്ട് ദ ഗ്രേറ്റ് മാസ്റ്റർ പീസ് ഹി വാസ് ഗോയിങ് ടു പെയിൻറ്റ്. ഒരു എംബീഷൻ ഉണ്ട് ആൾക്ക്, ഒരു ലക്ഷ്യമുണ്ട്. അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? ആൾ എപ്പോഴും ഞാൻ വരയ്ക്കാൻ പോകുന്ന മാസ്റ്റർ പീസിനെ പറ്റി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പേജസ് എന്നുവെച്ചാൽ മാസ്റ്റർ പീസിനെ പറ്റി പറയുന്നത് ദ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാലും മതി. കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് ഉണ്ട്. ഇദ്ദേഹവും എന്താണ്? ഒരുപാട് കരുണയുള്ള ആളാണ്. ആൾക്കാരെ പരിഗണിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? ഹി സ്കോൾഡഡ് സ്യൂ when he heard about John's strange idea. He posed as a model for Sue. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്യൂവിനെ വഴക്ക് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആൾ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ മോഡൽസിനൊക്കെ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ സ്യൂ. എന്തിനാ? വൈൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജോൺസിക്ക്. അപ്പോൾ അവർ ഏതെങ്കിലും വലിയ വലിയ മോഡലിനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ആടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബെർമാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ അവിടെ ഒരു മോഡലായിട്ട് പോയിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്ന കുറച്ച് ലൈൻസ് പറയുന്നുണ്ട്. ഇനി സെൽഫ്ലെസ് ആൻഡ് സാക്രിഫിഷ്യൽ. നമ്മുടെ സ്യൂവിൻ്റെ പോലെ തന്നെ ഇദ്ദേഹം എന്താണ്? സ്വന്തം കാര്യം നോക്കുന്നില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ത്യാഗം കുറേ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും എക്സാമ്പിൾ എന്താണ്? ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ് ടു സേവ് ജോൺസിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ഓൺ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ജീവൻ തന്നെ അവിടെ റിസ്ക്കിലാക്കിയിട്ടാണ് ജോൺസിയുടെ ലൈഫ് രക്ഷിക്കുന്നത്. മിസ്റ്റർ ബെർമാൻ ഡൈഡ്, ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലൈൻസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി അടുത്തത് ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹി റിഗാർഡഡ് ഹിംസെൽഫ് ആസ് എ വാച്ച് ഡോഗ് ആൻഡ് പ്രൊട്ടക്ടർ ഫോർ ദ യങ് ആർട്ടിസ്റ്റ്. ആ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രൊട്ടക്ടറായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ഫേഴ്സ്ലി അല്ലെങ്കിൽ ഫിയേഴ്സ്ലി എന്നൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്ന് പറയുമ്പോൾ അമിതമായി പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ രണ്ടാളുടെ എന്ത് കണ്ടു? കുറച്ച് ക്യാരക്ടേഴ്സ് കണ്ടു, പിന്നെ ടെക്സ്റ്റിലെ കുറച്ച് ഭാഗങ്ങളും കണ്ടു. നൗ റൈറ്റ് എ പാരാഗ്രാഫ് കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ദ ക്യാരക്ടേഴ്സ്. ഇവരെ രണ്ട് ക്യാരക്ടറിനെ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാനാണ് പറയുന്നത് കേട്ടോ. Sue and Berman in the story The Last Leaf are kind and considerate characters who always think about the well-being of the friend Johnsy. Sue Berman എന്ന് പറയുന്നത് ലാസ്റ്റ് ലീവിലെ ഒരു ക്യാരക്ടേഴ്സാണ്. അവർ രണ്ടാളും എന്താണ്? കൺസിഡറേറ്റുമാണ്, കൈൻഡാണ്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന വ്യക്തിയാണ്, അതുപോലെ കരുണയുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ടാണ് അവരുടെ കൂടെ ഫ്രണ്ടായ അല്ലെങ്കിൽ കൂടെയുള്ള ജോൺസിനെ ഇത്രയധികം പരിഗണിക്കുന്നത്. നിമോണിയ ഹാസ് കാസ്റ്റ് എ ഷാഡോ ഓവർ ദ ഡ്രീംസ് ഓഫ് ജോൺസി. ജോൺസിയുടെ സ്വപ്നങ്ങൾക്ക് നേരെ ഒരു നിഴലായി നിമോണിയ വന്നു. ബട്ട് സ്യൂ സംഹൗ വാണ്ടഡ് ടു കീപ് ഹെർ സ്പിരിറ്റ് അലൈവ്. പക്ഷേ സ്യൂവിനെ എപ്പോഴും അവളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവളെ തന്നെ എപ്പോഴും ജീവനോടെ, ലൈവ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനോടെ കാണണം. Johnsy correlate the falling of leaves of the ivy vine with her life and believe that the falling of last leaf means her death is near. അപ്പോൾ ജോൺസി പക്ഷേ അവളുടെ ജീവിതം കോറിലേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ വൈൻ ട്രീ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കി അതിൽ അവസാനത്തെ ഇല വീഴുമ്പോൾ താൻ മരിക്കുമെന്ന ഒരു വിശ്വാസത്തിലിരുന്നു. And find her argument foolish and want Johnsy to promise not to look at the ivy vine. അപ്പോൾ നമ്മുടെ സ്യൂന് എന്ത് വേണം? സ്യൂ ഫൈൻഡ് ഹെർ ആർഗ്യുമെൻറ്റ് ഫോളിഷ്. അവിടെ ഈ ഒരു വാക്യങ്ങൾ ഫോളിഷ് ആയിട്ട് നമ്മുടെ സ്യൂവിന് തോന്നി. അതുകൊണ്ട് തന്നെ ജോൺസിയോട് പറഞ്ഞു, നീ ആ ഐവി വൈനിൽ നോക്കാതിരിക്കണം എന്ന് പറഞ്ഞു. ഷീ ഈസ് ക്വൈറ്റ് സെൻസിറ്റീവ് ബിക്കോസ് ഷീ ക്രൈസ് ആഫ്റ്റർ ലിസണിങ് ടു ദ ഡോക്ടേഴ്സ് വേർഡ്സ്. സ്യൂവിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. സ്യൂ ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ്. കാരണം എന്താ? ഡോക്ടർ പറഞ്ഞു അധിക ദിവസമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്യൂവിന് നല്ല വിഷമം വരുന്നുണ്ട്. സ്യൂ കരയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവും ഇവിടെ നമുക്ക് അവൾക്ക് പെട്ടെന്നൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. ഷീ വിസിൽസ് ആൻഡ് പുട്ട് അപ്പ്
എ ഹാപ്പി ഫേസ് ഇൻ ഫ്രണ്ട് ഓഫ് ജോൺസി. അവളിങ്ങനെ ചൂളം വിളിച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹാപ്പി ഫേസോട് കൂടിയിട്ടാണ് വരുന്നത്. കാരണം ഡോക്ടർ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു വിഷമം കാണിക്കുന്നില്ല. ഈവൻ ഓൾഡ് ബെർമാൻ ഈസ് ക്വൈറ്റ് കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് ആൻഡ് റിവീൽസ് ഹിസ് ജെന്യുവൻ അഫെക്ഷൻ ഫോർ ജോൺസി വെൻ ഹി സേസ്, ഓ ദറ്റ് പുവർ ലിറ്റിൽ മിസ് ജോൺസി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബെർമാനും ഒരുപാട് കരുണയുള്ള ആളാണ്. കാരണം ജോൺസിയുടെ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഓ ദാറ്റ് പുവർ ലിറ്റിൽ മിസ് ജോൺസി, ആ ജോൺസി എന്ന് പറഞ്ഞ കുട്ടിക്കോ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ. ഹിസ് ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് നേച്ചർ ഇസ് ക്വൈറ്റ് ക്ലിയർ വെൻ ഹി സ്കോൾഡ് സ്യൂ ഫോർ ഫില്ലിങ് ജോൺസീസ് മൈൻഡ് വിത്ത് സില്ലി ഐഡിയ. ജോൺസിയുടെ ഐഡിയാസ് അല്ലെങ്കിൽ മൈൻഡിൽ ഇങ്ങനെ ഇല വീണ് കഴിഞ്ഞാൽ താൻ മരിക്കും എന്നുള്ള ഓരോ കാര്യങ്ങളുണ്ടെന്ന് നമ്മുടെ സ്യൂ പറയുന്നുണ്ട്. അപ്പോൾ സ്യൂവിനെയാണ് അവിടെ എന്ത് പറയുന്നത്, ചീത്ത പറയുന്നത്. കാരണം എന്താ, അവരെ ഒരുപാട് പ്രൊട്ടക്റ്റീവായിട്ടാണെങ്കിൽ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ബെർമാൻ. Although Sue and Berman put up brave faces, both have fear about Johnsy's condition. രണ്ടാൾക്കും ജോൺസിൻ്റെ കണ്ടീഷൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ടെങ്കിലും നല്ല ധൈര്യത്തോടു കൂടി ഒരു മുഖം വെച്ചിട്ടാണ് അവർ ചെന്നത്. ബോത്ത് ദ ക്യാരക്ടേഴ്സ് ആർ ക്വൈറ്റ് സെൽഫ്ലെസ് ആൻഡ് സാക്രിഫിഷ്യൽ. രണ്ട് ക്യാരക്ടേഴ്സും ത്യാഗം ചെയ്യാനും സ്വന്തമായിട്ട്, സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക, ജോൺസീനെ ഹെൽപ്പ് ചെയ്യുക, ജോൺസിയുടെ ജീവൻ നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധേഡായിട്ട്. Sue sacrificed money and time to save Johnsy, whereas Berman risked his own life and succeed in saving Johnsy's life. ഇവിടെ സ്യൂ ക്യാഷും അതുപോലെ ഉള്ള സമയം കളഞ്ഞിട്ടാണ് നമ്മുടെ ജോൺസിനെ സംരക്ഷിച്ചത്. പക്ഷേ ബെർമാൻ എങ്ങനെയാണ് സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് ജോൺസിനെ വീണ്ടെടുത്തത്. Both of them stand tall as symbol of hope, friendship and sacrifice and we cannot but admire them. അവർ പ്രതീക്ഷയുടെ അതുപോലെ സൗഹൃദത്തിൻ്റെ, ത്യാഗത്തിൻ്റെ എല്ലാം പ്രതീകമായിരുന്നു. Activity 3. Johnsy was quite grateful to Sue for having stood with her during her difficult time. അവളുടെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ സ്യൂ തൻ്റെ കൂടെ നിന്നു. അതിൽ ഒരുപാട് നന്ദി, ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ നന്ദിയുള്ളവളാണ് ജോൺസി. ലുക്ക് അറ്റ് ദ ഗ്രീറ്റിംഗ് കാർഡ് ജോൺസി സെൻഡ് ടു സ്യൂ ഓൺ ഫ്രണ്ട്ഷിപ്പ് ഡേ. ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്ന് ജോൺസി സ്യൂവിന് അയച്ച ഫ്രണ്ട്ഷിപ്പ് കാർഡാണ് തന്നിരിക്കുന്നത്. ഇനി നിങ്ങളോട് ഒരു കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാർഡ് ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ. ഹേർട്ടിയസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഡേ ഗ്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് 2-3 ലൈൻസൊക്കെ എഴുതുക. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ജസ്റ്റ് കളയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Activity 4. Select one of the scene from the story The Last Leaf, preferably conversation, and convert it into comic strip. കോമിക് സ്ട്രിപ്പ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡയലോഗ് എടുത്തിട്ട് അതൊരു കോമിക് സ്ട്രിപ്പാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സീൻ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്താൽ മതി. എന്താണ് കോമിക് സ്ട്രിപ്പ്? എ കോമിക് സ്ട്രിപ്പ് ഈസ് എ സീക്വൻസ് ഓഫ് ഡ്രോയിങ് അറേഞ്ച്ഡ് ഇൻ ഇന്റർറിലേറ്റഡ് പാനൽസ് ടു ഡിസ്പ്ലേ ഹ്യൂമർ ഓർ ഫോം എ നറേറ്റീവ് ഓഫൺ സീരിയലൈസ്ഡ് വിത്ത് ടെക്സ്റ്റ് ഇൻ ബലൂൺസ് ആൻഡ് ക്യാപ്ഷൻ. കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് അവരുടെ കുറച്ച് ഡയലോഗ്സ് ഇങ്ങനെ ബലൂൺസ് ആയിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ബലൂൺസിൻ്റെ അകത്ത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് കാർട്ടൂൺസൊക്കെ. അതാണ് കോമിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലൈൻ തന്നിട്ടുണ്ട്, കുറച്ച് നടുവിൽ ലൈൻസ് മാത്രം ബ്ലാങ്ക് ആണ്. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്യൂ പറയാണ്, ഹൗ ആർ യു, ഹാവ് യു ബീൻ കഫിങ് എ ലോട്ട്, ഹാവ് യു ടേക്കൻ യുവർ മെഡിസിൻ. എങ്ങനെയുണ്ട്, നീ ഒരുപാട് ചുമയ്ക്കുന്നുണ്ടോ, നീ നിൻ്റെ മെഡിസിൻ എടുത്തോ എന്ന് ചോദിക്കാം. അപ്പോൾ ജോൺസി, ഓ ഐ തിങ്ക് ഇറ്റ്സ് നോ യൂസ്, മൈ കഫ് ഈസ് കില്ലിങ് മീ. അപ്പോൾ പറയണം, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഈ ഒരു ചുമ എന്നെ കൊല്ലും. സ്യൂ പറയണം, വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്, നീ എന്തായി നോക്കിയിരിക്കുന്നത്. അപ്പോൾ ജോൺസി പറയാണ്, അറ്റ് ദ ഐവി വൈൻ ലീവ്സ്, ഞാൻ ആ വൈൻ ലീവ്സിൽ നോക്കിയിരിക്കുക. അപ്പോൾ സ്യൂ പറയുക, വാട്ട് ഹാവ് ഐവി ലീവ്സ് ടു ഡു വിത്ത് യു, അവിടുത്തെ ആ ഒരു ഇലകൾക്ക് നീയുമായിട്ട് എന്താ ചെയ്യാനുള്ളത്. അപ്പോൾ ജോൺസി, ഓൺ ദ ലാസ്റ്റ് ലീവ് ഫോൾസ് ഐ വിൽ ആൾസോ ഡൈ, അതിലത്തെ അവസാനം ഇല്ല അവിടെ വീഴുമ്പോൾ ഞാൻ മരിക്കും. സ്യൂ പറയാണ്, ഡൈ, മരിക്കുന്നോ, പ്ലീസ് ഡോണ്ട് ബി സില്ലി ആൻഡ് ഫൂളിഷ്, ഇങ്ങനെ സില്ലി ആയിട്ട് ഇത്രയും മന്ദബുദ്ധിതരൊന്നും നീ ചിന്തിക്കല്ലേ എന്ന് പറയാം. ജോൺസി, ഐ വോണ്ട് ടു സീ ദ ലാസ്റ്റ് ലീഫ് ഫോൾ ദെൻ ഐ വിൽ ഗോ ടു, അതിലത്തെ അവസാനത്തെ ഇല വീഴുന്നത് എനിക്ക് കാണണം, അപ്പോൾ ഞാനും അങ്ങനെ പോകും. സ്യൂ, സ്റ്റോപ്പ് ഹാവിങ് അൺനെസസറി തോട്ട്, സ്ലീപ്പ് വെൽ, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിക്കാതെ കിടന്നുറങ്ങുക എന്ന് സ്യൂ പറയാം. ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ. ഇനി നമുക്ക് കോമിക് സ്ട്രിപ്പ് ഉണ്ടാക്കണം. ഡിവൈഡ് ദ കോൺവെർസേഷൻ ഇൻ ടു പാനൽ, add necessary details to each panel and develop it into the script of the comic strip. കോമിക് സ്ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ പിക്ചറൊക്കെ വരച്ച് ബബിൾസ് ആയിട്ട് കണ്ട അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോൺവെർസേഷൻ, അവർ പറയുന്ന സംഭാഷണങ്ങൾ എഴുതുക. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, പിക്ചർ എന്ന് പറഞ്ഞാൽ പിക്ചറിൽ എന്തൊക്കെ കാണുന്നു അത് നിങ്ങൾ എഴുതണം. അതുപോലെ ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് ഒരു പാനൽ 1, പാനൽ 2 ആയിട്ടാണ് ഓരോ സന്ദർഭങ്ങൾ, നമ്മളിപ്പോൾ സിനിമയിൽ ഓരോ സീൻസ് കാണില്ല, അതുപോലെയാണ് ഉണ്ടാക്കുക. പാനൽ 1 ക്യാപ്ഷൻ, റിട്ടേണിങ് ഹോം ഫ്രം വർക്ക്, സ്യൂ ലുക്സ് റിയലി ടയേർഡ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആ ഒരു വർക്കിൻ്റെ ശേഷം വീട്ടിലേക്ക് പോവാം. സ്യൂ നല്ല ടയേർഡ് ആയിട്ടുണ്ട്. റിട്ടേണിങ് ഹോം ഫ്രം വർക്ക്, സ്യൂ ലുക്സ് റിയലി ടയേർഡ്. കണ്ട ആ ഒരു പിക്ചറിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നത്. ഇനി പിക്ചർ എന്താ, സ്യൂ ഈസ് ലുക്കിംഗ് വെരി സാഡ് ആൻഡ് ടയേർഡ്. സ്യൂവിനെ കാണുമ്പോൾ തന്നെ നല്ല ക്ഷീണിതയായിട്ട് തോന്നുന്നുണ്ട്. ഷീ ഈസ് വിയറിങ് എ ബ്രൗൺ ഓവർകോട്ടാണ് ഇട്ടിരിക്കുന്നത്.
ഇനി പാനൽ 2 പിക്ചർ, ആ പിക്ചർ എന്താ കാണുന്നെങ്കിൽ നിങ്ങളത് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ജോൺസി ഈസ് വിയറിങ് എ ബ്ലൂ കോട്ട്. ജോൺസി അവിടെ ഒരു ബ്ലൂ കോട്ട് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ. ഷീ ഈസ് സിറ്റിംഗ് ഓൺ ദ ബെഡ് നിയർ ദ വിൻഡോ. ആ ജനലയുടെ അടുത്തുള്ള വിൻഡോയുടെ അവിടെയാണ് ഇരിക്കുന്നത്. എ ഗ്രീൻ ബെഡ് ഷീറ്റ് ഈസ് യൂസ് ടു കവർ ദ ബെഡ്. ബെഡ് കവർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ബെഡ് ഷീറ്റ് വെച്ചിട്ടാണ്. സിയു ഈസ് വിയറിങ് എ ബ്ലൂ കോട്ട് ആൻഡ് ഈസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു ഹെർ. ബ്ലൂ കോട്ട് ഇട്ട് സിയു അടുത്തുണ്ട്, അവൾ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ബ്ലൂ കർട്ടൺ ഈസ് സീൻ ഹാങ്ങിങ് ഓൺ എ ഹാഫ് ഓപ്പൺ വിൻഡോ. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ബ്ലൂ കേർട്ടൺ ഉണ്ട്, അവിടെ ഹാഫ് ആയിട്ടാണ് കിടക്കുന്നത്, ഹാഫ് ഓപ്പൺ ആയിട്ടൊക്കെ എടുക്കുന്നത്. എ ലോങ് ഷാഡോ ഓൺ ദ വാൾ ഈസ് ക്രിയേറ്റഡ് ബൈ ദ സൺലൈറ്റ് ദറ്റ് ക്രീപ്പ് ഇൻ ത്രൂ ദ വിൻഡോ. വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന സൺലൈറ്റ് അവിടെ ഒരു വലിയ ഷാഡോ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആ സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ? എ ടേബിൾ ലാമ്പ് ഇസ് കെപ്റ്റ് ഓൺ എ റെഡ് ബോക്സ് ബിസൈഡ് ദ ബെഡ്. ബെഡിൻ്റെ ആ ഒരു സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേബിൾ ലാമ്പ് ഉണ്ട്. നോക്കി അവിടെ റെഡ് കളറിൽ. എ പിക്ചർ ഓഫ് എ കോമിക് ഫിഗർ ഇസ് സീൻ ഹാങ്ങിങ് ഓൺ ദ വാൾ. ആ ഒരു ചുമരുമേ ഒരു പിക്ചർ തൂക്കിയിട്ടിട്ട് കാണുന്നുണ്ട്, സൈഡിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും കേട്ടോ. ഇനി ഡയലോഗ്സ് എന്താണ് അവിടെ എഴുതാം, അവിടെ ഉണ്ട് ആ ഡയലോഗ്സ്. ഹാവ് യു ടേക്കൻ യുവർ മെഡിസിൻ? അവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആര്, ജിയു. അപ്പോൾ അടുത്ത ആളെ ആൻസർ, ജോൺസി പറയുന്ന ആൻസർ എന്താ, ഓ ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് നോ യൂസ്, മൈ കഫ് ഈസ് കില്ലിങ് മീ. ഈ ഒരു ചുമ എന്നെ കൊല്ലുകയാണ്. അപ്പോൾ രണ്ടാളുടെയും നേരെ മുകളിലായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ട ബബിൾസിൽ, അതാണ് കോമിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പാനൽ 3 ആണ്. അവിടെ കോമിക് സ്ട്രിപ്പ് നമ്മൾ വരച്ചിട്ടില്ല കേട്ടോ, അത് നിങ്ങൾ വരയ്ക്കണം. എന്താണ് ആ സന്ദർഭം എന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വരയ്ക്കണം. അതാണ് ഈ കോമിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ബബിൾസിൽ ഇവിടെ പറയുന്ന ഡയലോഗ് എന്താണോ എന്ന് എഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ക്യാപ്ഷൻ എന്താണ്, സിയു ലുക്സ് അറ്റ് ജോൺസി ആൻഷ്യസ്ലി. നിങ്ങൾക്ക് ഏത് സീൻ വേണമെങ്കിലും എടുത്തെഴുതാം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന സീൻ ഇതാണ്. നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പിക്ചർ വരച്ച് വെക്കുക കേട്ടോ. എന്താ, രണ്ടാൾക്കാരുടെ പിക്ചർ വരച്ച് വെച്ചാൽ മതി. അതാണല്ലോ ഒരു ഹോസ്പിറ്റലിനെ ആണല്ലോ പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്യാപ്ഷൻ എന്താ, സിയു ലുക്സ് അറ്റ് ജോൺസി ആൻഷ്യസ്ലി. ജോൺസി ഈസ് ലുക്കിംഗ് അറ്റ് ദ ഐവി വൈൻ ഔട്ട്സൈഡ്. അപ്പോൾ ജോൺസി ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ സിയു ഇങ്ങനെ ജോൺസിനെ ഭയങ്കര അത്ഭുതത്തോട് കൂടി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സർപ്രൈസിംഗ്ലി നോക്കി നിൽക്കുന്നുണ്ട്, എന്താ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. പിക്ചർ ജോൺസി ഈസ്, അപ്പോൾ ഇനി നിങ്ങൾ വരയ്ക്കേണ്ട പിക്ചർ എങ്ങനെയാണെന്ന് നോക്കിക്കോ. ജോൺസി ഈസ് വിയറിങ് എ ബ്ലൂ ഓവർകോട്ട് ആൻഡ് ഷീ ഈസ് ലുക്കിംഗ് അറ്റ് ദ ഐവി വൈൻ ലീവ്സ് ഔട്ട്സൈഡ് ക്യൂരിയസ്ലി. ഷീ കവേഴ്സ് ഹാവ് ബോഡി യൂസിങ് ദ ഗ്രീൻ ബെഡ്ഷീറ്റ്. ശരീരം ഒരു ഗ്രീൻ ബെഡ്ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പുതച്ചിട്ട് അവളവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, സിയു ഹൂ ഈസ് ഓൾസോ വിയറിങ് എ ബ്ലൂ ഓവർകോട്ട്. അപ്പോൾ സിയു അവിടെ നീല ഓവർകോട്ട് ഇട്ടാൻ ഇരിക്കുന്നുണ്ട്, കഴിഞ്ഞ സന്ദർഭത്തിലുള്ള പോലെ തന്നെ. ഈസ് ലുക്കിംഗ് ആൻഷ്യസ്ലി അറ്റ് ഹർ. ദ വിൻഡോ ഈസ് കംപ്ലീറ്റ്ലി ഓപ്പൺ. അപ്പോൾ ഇതിൽ വിൻഡോ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ആൻഡ് എ ബ്ലൂ കർട്ടൺ ഉണ്ട് അവിടെ. ത്രൂ ദ വിൻഡോ വി ക്യാൻ സി എൻ ഐവി വൈൻ. നമുക്കൊരു വൈൻ്റെ ഐവി വൈൻ അവിടെ കാണുന്ന പോലെ ജസ്റ്റ് ഒരു പിക്ചർ വരയ്ക്കുക. വിത്ത് എ ഫ്യൂ ലീവ്സ്, കുറച്ച് ഇലകളായിട്ട്. വൺ ലീഫ് ഈസ് ഓൺ ദ വേ ഡൗൺ. ഒരെണ്ണം ഇങ്ങനെ വീഴാറായിട്ട് നിൽക്കുന്നു. ദ റൂം ഈസ് കംപ്ലീറ്റ്ലി ലിറ്റ് ബൈ സൺലൈറ്റ്. റൂമിൽ മൊത്തം സൺലൈറ്റ് ഉണ്ട്, വെളിച്ചമുണ്ട്. ഇനി നമ്മൾ ഡയലോഗ് ചെയ്യണം. ഡയലോഗ് എഴുതുമ്പോൾ ഓരോരുത്തരുടെ ആ വരച്ചിരിക്കുന്ന പിക്ചറിൻ്റെ മുകളിലായിട്ട് ബബിൾസിൽ എഴുതിക്കോളാം കേട്ടോ. സിയു പറയുന്നത് വാട്ട് ആർ യു ലുക്കിംഗ് അറ്റ്, നീ എന്താ നോക്കുന്നത്? ജോൺസി പറയാണ് അറ്റ് ദ ഐവി വൈൻ ലീവ്സ്. ആ ഒരു വൈൻ ലീവ്സിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ സിയു വാട്ട് ഹാവ് ഐവി ലൈൻസ് ഡു വിത്ത് യു. ഐവി വൈൻസിന് നീ ആയിട്ട് എന്താ ചെയ്യാനുള്ള എന്ന് ചോദിക്കുക. നമ്മൾ പറയില്ലേ എന്ത് കാര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ. അപ്പോൾ ജോൺസി പറയുന്നത് വെൻ ദ ലാസ്റ്റ് ലീഫ് ഫോൾസ് ഐ വിൽ ആൽസോ ഡൈ. അതിലത്തെ അവസാനത്തെ ഇല കൊഴിയുമ്പോൾ ഞാനും മരിക്കുമെന്ന് പറയും. അതോടുകൂടി നമ്മുടെ ഈ കോമിക് സ്ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആ രണ്ട് ഡയലോഗ്സ് അവരുടെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ബബിൾസിൽ നിങ്ങൾ എഴുതി വെക്കുക. കഴിഞ്ഞല്ലോ, ഇങ്ങനെ നമുക്കിത് കിട്ടി. നമ്മൾ ആ കോൺവെർസേഷൻ എന്നാണ് കോമിക് സ്ട്രിപ്പ് ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് ഒരു സീൻ എടുത്തിട്ട് ഇതുപോലെ രണ്ട് പിക്ചർ വരച്ച് ബബിൾസിൽ അവർ പറയുന്ന ഡയലോഗ് എഴുതുക. ക്യാപ്ഷൻ, എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ, എന്താ നടക്കുന്നത് എന്നുള്ളത് ക്യാപ്ഷനിൽ കൊടുക്കുക. പിന്നെ ആ പിക്ചർ ഒന്ന് വിശദീകരിക്കുക. ഇതായ നിങ്ങളുടെ കോമിക് സ്ട്രിപ്പ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടോ. ഇതാണ് ജസ്റ്റ് ഫോർമാറ്റ്. ഓക്കെ, next activity 5. We have now read the story The Last Leaf by O. Henry and become quite familiar with the characters and the plot. Now let's see how an event from the story can be developed into a radio play. They, Stu and Johnsy, had met in the restaurant of an 18th Street hotel. Here is a sample script based on the meeting between Stu and Johnsy at a restaurant. അപ്പോൾ ഇനിയിപ്പം നമ്മൾ സ്റ്റോറിയൊക്കെ വായിച്ചു, ലാസ്റ്റ് ലൈഫിൻ്റെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു റേഡിയോ പ്ലേ ഉണ്ടാക്കാനാണ്. റേഡിയോ പ്ലേ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ FM-ലൊക്കെ കേൾക്കുമ്പോൾ ഒരുണ്ടായ കാര്യങ്ങൾ അവർ വാക്കുകൾ കൊണ്ട് നമ്മളെ ഒരു ചിത്രീകരണം നമുക്ക് തരിക. അപ്പോൾ നമ്മൾ അവർ പറയുമ്പോഴൊക്കെ നമ്മൾ ആ സന്ദർഭങ്ങളൊക്കെ ആലോചിക്കും. അതുപോലെ നിങ്ങളോടൊന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കാസ്റ്റ് ഓഫ് ദ റേഡിയോ പ്ലേ. ആ റേഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? നരേറ്റർ ഉണ്ടായിരിക്കും. ഒരാൾ ചിലപ്പോൾ ഇവർ രണ്ടാളും ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കും. ജോൺസി ഉണ്ടാവും, സിയു ഉണ്ടാവും. സീൻ 1 നരേറ്റർ. അപ്പോൾ ഫസ്റ്റ് സീനിൽ നരേറ്റർ ചോദിക്കുകയാണ്. നരേറ്റർ ഇങ്ങനെ പറയുന്നുണ്ട്, മ്യൂസിക് ആദ്യം പോകുന്നുണ്ട് റേഡിയോയിൽ, നമുക്കറിയാം. അതിനുശേഷം പറയാം
Greenwich Village was a section of New York City. Many people who came to stay there are interested in art. They liked the bohemian life of a village and they enjoyed living among many artists. The building and apartment were often very old and dirty, but this only added to the interest. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഇപ്പോൾ റേഡിയോയിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിൻ്റെ ആളെ വിളിക്കുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് ഗ്രീൻവിച്ച് വില്ലേജിൽ ഇങ്ങനെ ഒരു പോർഷനിൽ അവിടെ കുറച്ച് ആർട്ടിസ്റ്റുകൾ താമസിക്കുന്നുണ്ട്. അത് കുറച്ച് പഴകിയ ഒരു ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റാണ്, ഡേർട്ടി ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റും അവിടെയാണ് പ്രിഫർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി റെസ്റ്റോറൻറ്റിൽ കുറച്ച് സൗണ്ട്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇനി ബാക്കി, ഇറ്റ്സ് ആൻ ഈവനിങ് ഇൻ ലേറ്റ് സ്പ്രിംഗ് ആൻഡ് ദ ഡിന്നർ ഹവർ ഫൈൻഡ് ദ ലിറ്റിൽ റെസ്റ്റോറൻറ്റ് ബിസി ആസ് യൂഷ്വൽ. Most of the customers this evening are the village old-timers. Johnsy is one of them. Alone in the crowd, she looks totally out of the place. She prays for her food, then stands for a moment looking around. Finally, she crosses the room to a tiny table with 2 chairs and only one dinner. അപ്പോൾ ഇനി അവിടുത്തെ കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റിലാണ് അവരെങ്ങനെ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യം നരേറ്റർ എന്ത് ചെയ്യാന്നാണ്, ആ റേഡിയോ പ്ലേയിലൂടെ ഒന്ന് ജസ്റ്റ് ആൾക്കാരെ അറിയിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാമല്ലോ നമ്മൾ ചില പ്രാങ്ക് ഒക്കെ കൊടുക്കില്ലേ. അപ്പോൾ ഇവിടെ പ്രാങ്ക് ഒന്നല്ല, ഇവിടെ അവിടെ ഉണ്ടായ ഒരു സന്ദർഭം ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തിട്ട് നരേറ്റർ ഒന്ന് അവതരിപ്പിക്കുകയാണ്. നരേറ്റർ ഇവരോട് തന്നെ സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്ത്, ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്ത്, രണ്ടാളും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ജോൺസി പറയുന്നത്, എക്സ്ക്യൂസ് മീ, ഓൾ ദ അതർ ടേബിൾ സീം ടു ബി എൻഗേജ്, മേ ഐ സിറ്റ് ഹിയർ. ജോൺസി പറയണം, എല്ലാ ടേബിളോടെ എൻഗേജ് ആയിട്ടിരിക്കണം, ഞാനിവിടെ ഇരുന്നോട്ടെ. അപ്പോൾ സിയു പറയാണ്, ഓഫ് കോഴ്സ് ഐ ലവ് യുവർ കമ്പനി, പ്ലീസ് ജോയിൻ മീ. അപ്പോൾ സിയു പറയണം, ഓക്കെ, നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തോളൂ, എനിക്ക് നിൻ്റെ കമ്പനി ഇഷ്ടമാണ്. ജോൺസി പറയണം, താങ്ക് യു, മൈ നെയിം ഈസ് ജോണ. ജോൺസി പറയണം, എൻ്റെ പേര് ജോണ എന്നാണ്. സിയു പറയണം, ഹലോ ജോണ, ഐ ആം സൂസൻ ക്രോസ്, എൻ്റെ പേര് സൂസൻ ക്രോസ് എന്നാണ്. ഫ്രണ്ട്സ് കോൾ മീ സിയു, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സിയു എന്ന് വിളിക്കും. ജോൺസി പറയണം, അപ്പോൾ ഹേ സിയുൻ, മൈ ഫ്രണ്ട്സ് കോൾ മീ ജോൺസി. ഓക്കെ സിയുൻ, എന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുക ജോൺസി എന്നാണ്. അപ്പോൾ സിയു വിളിക്കുകയാണ് ജോൺസി, ഐ ലൈക്ക് ഇറ്റ്. ജോൺസി, എനിക്കിഷ്ടമായി. ജോൺസി പറയണം, ഇറ്റ്സ് റിയലി ബിസി ഹിയർ അറ്റ് ദ ടൈം ഓഫ് ദ ഡേ ഇസൻറ്റ് ഇറ്റ്, ഡു ഈറ്റ് ഹിയർ ഓഫൺ. ഇങ്ങനെ ഈ ഒരു ഡേ ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ പകലിൽ ഇവിടെ നല്ല ബിസി ആയിരിക്കുമല്ലേ, താൻ ഇവിടെ നിന്നാണോ കഴിക്കാറ് എന്ന് ചോദിക്കാം. സിയു പറയാണ്, ആൾമോസ്റ്റ് എവറി ഡേ, ഇറ്റ്സ് ദ ചീപ്പസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പ്ലേസ് അറൗണ്ട്, ഐ ഹാവൻ സീൻ യു ഹിയർ ബിഫോർ, ഹാവ് ഐ. അപ്പോൾ പറയാണ്, അതെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ തന്നെ കഴിക്കാറ്, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഏറ്റവും വില കുറവിൽ കിട്ടുന്നത് ഇവിടെയാണ്, നല്ല പ്ലേസുമാണ്. അപ്പോൾ ഞാൻ താങ്കളെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ജോൺസി പറയണം, നോ, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം, ഐ ജസ്റ്റ് ഗോട്ട് ഹിയർ 3 days ago, ദിസ് പ്ലേസ് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പോൾ പറയാണ്, ഇല്ല, ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ, ഞാനാകെ 3 ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ടുള്ളത്, ഈ ഒരു പ്ലേസ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ എന്ന് ചോദിക്കുക, വ്യത്യസ്തമാണല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സിയു പറയാണ്, വൈ ഹാവ് യു കം ഹിയർ, നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാം. ജോൺസി പറയാണ്, ടു വർക്ക് ആൻഡ് സ്റ്റഡി, ഐ എം ആൻ ആർട്ടിസ്റ്റ്, ജോലി ചെയ്യാനും പഠിക്കാനാണ് വന്നത്, ഞാനൊരു കലാകാരിയാണ് എന്ന് പറയാം. അപ്പോൾ സിയു പറയണം, ഓ വണ്ടർഫുൾ, സോ ആം ഐ, ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. ജോൺസി, ഹൗ ലോങ് ഹാവ് യു ബീൻ വില്ലേജ്, അപ്പോൾ നീ എത്ര നാളായി ഈ വില്ലേജിലുള്ളത്. അപ്പോൾ സിയു പറയാം, അബൌട്ട് 4 months, 4 മാസമായി. നരേറ്റർ, ദാറ്റ്സ് ഹൗ സിയു ആൻഡ് ജോൺസി മെറ്റ്. അപ്പോൾ നരേറ്റർ പറയണം, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ജോൺസി സിയു മീറ്റ് ചെയ്ത്, റേഡിയോയിലൂടെയാണ് പറയുന്നത് കേട്ടോ. Soon they found that they had similar tastes in art and they could get along with each other really well. പിന്നെ അവർക്ക് മനസ്സിലായി, അവർക്ക് ഒരേ ടേസ്റ്റുകളാണ് അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്. They decided to set up a studio together at the top of an old 3-story brick house. That was in May. അങ്ങനെ മെയ്യിലെ അവർ രണ്ടാളും കൂടി ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവിടെ എവിടെയാണ്, ആ ഒരു ബ്രിക്ക് ഹൗസിൻ്റെ അവിടെ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, ഇങ്ങനെയാണ് അവതരിപ്പിച്ചത്, കാര്യങ്ങളൊക്കെ മനസ്സിലായി. Based on the script, perform and record a radio play with appropriate sound effects using suitable software. Upload it in YouTube. അപ്പോൾ നിങ്ങളോട് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇതുപോലെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അത് ജസ്റ്റ് കുറേ ക്ലാസ്സുകാർക്ക് ലീവ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ, നൗ ലെറ്റ്സ് അനലൈസ് എ റേഡിയോ പ്ലേ. അപ്പോൾ റേഡിയോ പ്ലേ എന്താണെന്ന് മനസ്സിലായാലും ഒരു നരേറ്റർ ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ റേഡിയോ പ്ലേ, ഡിസ്കസ്. ഒരു റേഡിയോ പ്ലേയുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ ഓൺലി ബി ഹിയർഡ്, നമുക്കറിയാം റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. A radio play has scenes like a stage play, but unlike stage plays, a scene has to be more crisp and brief. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജ് പ്ലേ നമ്മളിരുന്ന് കാണുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റേജ് പ്ലേ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ
കുറച്ചും കൂടി ബ്രീഫായിട്ട് നമ്മൾ കാണുന്നതിനേക്കാൾ ബ്രീഫായിട്ടാണ് അവർ പറയുക. എന്നാലേ നമുക്ക് ആ കാഴ്ച കണ്ട പോലെ തോന്നുള്ളൂ. സീൻസ് ഓഫ് എ റേഡിയോ പ്ലേ ഷുഡ് ഡിഫർ ഇൻ പേസ് ആൻഡ് ലെങ്ത്. യൂസ് എ വെറൈറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കും. ലെങ്തി ആയിരിക്കും. സൗണ്ട് എഫക്ട്സ് ഉണ്ടായിരിക്കും ടു സസ്റ്റെയിൻ ദ അറ്റൻഷൻ ഓഫ് ദ റീഡേഴ്സ്. അത് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കേൾക്കുന്ന ആൾക്കാർ, ലിസണേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കേൾക്കുന്ന ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യും നമുക്കറിയാം. എഫ്എമ്മിലെ ആങ്കേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജോക്കികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓടിച്ചിട്ടാണ് സംസാരിക്കുക. അവരുടെ കുറേ രീതികളൊക്കെ ഉണ്ടായിരിക്കും. ഹലോ മക്കളെ, അതുപോലെ ഹേ ഗൈസ്, അങ്ങനെയുള്ള കുറേ അവരുടേതായ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെന്താ നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹാവ് എ ഗുഡ് ബിഗിനിങ്. നല്ലൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും. മിഡിൽ ആൻഡ് എൻഡ്, തുടക്കം ഇപ്പോൾ നടുവിലായാലും എൻഡിങ് ആയാലും എല്ലാം സ്മൂത്ത് ആയിരിക്കും. ആൾസോ യൂസ് ദ എലമെൻറ്റ് ഓഫ് സർപ്രൈസ്. എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കറിയോ ഇങ്ങനത്തെ ഒരു കാര്യം, അപ്പോൾ നമ്മളത് കേൾക്കാൻ വേണ്ടിയിരിക്കും ഉണ്ടല്ലോ. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് യുവർ ക്യാരക്ടർ വെൽ. ഈച്ച് വൺ ഷുഡ് ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് സ്പീച്ച് മാനറിസം. ലെറ്റ് നോട്ട് ഓൾ ഓഫ് ദം സ്പീക്ക് ഇൻ ദ സെയിം ടൈം ഓഫ് വോയിസ്. എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കണം നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ല കേട്ടോ. Remember that a listener knows the existence of a character only if she speaks or if another character refers to him or her by name. Use the 4 building blocks: speech, sound effect, music and silence. അപ്പോൾ 4 ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സൗണ്ട് ഉണ്ടായിരിക്കും, സ്പീച്ച്, മ്യൂസിക്, സൈലൻസ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. മേക്കിംഗ് യുവർ റൈറ്റിംഗ് റേഡിയോഫോണിക്. പിന്നെ നമ്മൾ എഴുതുന്ന ഈ ഒരു റേഡിയോ പ്ലേ എന്ന് പറയുന്നത് ഒന്നും കൂടി എന്താ റേഡിയോഫോണിക് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വേണം എഴുതാൻ. അത്രയും ഉത്സാഹപ്രദമായിട്ട് എഴുതണം. ഇൻ എ റേഡിയോ പ്ലേ എക്സ്പ്രഷൻ ലൈക്ക് റാമോ പാറ്റ്സ് ഓൺ ഹിസ് ബാക്ക് വിൽ നോട്ട് വർക്ക്. ചേഞ്ച് ഇറ്റ് ടു മേ ബി കൺഗ്രാജുലേഷൻ. നമ്മൾ ഇപ്പോൾ റേഡിയോയിൽ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. നമ്മളാളുടെ പുറത്ത് തട്ടിയാൽ കേൾക്കുന്ന ആൾക്കാർക്ക് കേൾക്കുമോ ഇല്ല, അവർക്കത് കാണാൻ പറ്റുമോ ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കൺഗ്രാജുലേഷൻ എന്ന് നമ്മൾ ഉറക്കെ തന്നെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് കേൾക്കുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ എന്താ പറയുക, ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കുറേ എക്സ്പ്രഷൻ ഇട്ടിട്ട് കാര്യമില്ല റേഡിയോയിൽ. എന്തുണ്ടായാലും നമ്മൾ ഉറക്കെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതാണ് റേഡിയോ പ്ലേ. Next activity, which of the following elements are related to a radio play? Put a tick mark against the appropriate one. റേഡിയോ പ്ലേയിൽ ഉണ്ടാവുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയോ പ്ലേ എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ആ പാരഗ്രാഫിൽ കൊടുത്തൊന്ന് വായിക്കാം. റേഡിയോ പ്ലേ, ഓഡിയോ ഡ്രാമ എന്ന് പറയാം, ഓഡിയോ പ്ലേ എന്ന് പറയാം, റേഡിയോ ഡ്രാമ, റേഡിയോ തിയേറ്റർ എന്ത് വേണമെങ്കിലും പറയാം. ഈസ് ഡ്രാമറ്റൈസ്ഡ്. പ്യൂർലി അക്കോസ്റ്റിക് പെർഫോമൻസ് ബ്രോഡ്കാസ്റ്റ് ഓൺ റേഡിയോ, പബ്ലിഷ്ഡ് ഓൺ ഓഡിയോ മീഡിയ സച്ച് ആസ് ടാപ്പ് ഓർ CD. കേൾക്കുന്ന കാര്യങ്ങൾ അത്രയാണ്, നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ വിഷ്വൽ അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല, അപ്പോൾ തെറ്റാണ്, ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സൗണ്ട് എഫക്റ്റ് ട്രൂ ആണ്. ക്ലിയർ സ്റ്റോറി ലൈൻ, ആ സ്റ്റോറിയുടെ ലൈൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, വേണമല്ലോ. ക്രിസ്പ് ഡയലോഗ്, കറക്റ്റ് ഡയലോഗ് ഉണ്ടായിരിക്കണം, വേണം. ഗുഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ, സിനിമയിൽ കാണുന്ന പോലെ കുറേ എക്സ്പ്രഷൻ മുഖത്തിട്ടാൽ കേൾക്കുമോ ഇല്ല, തെറ്റ്. സൗണ്ട് മോഡുലേഷൻ വേണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം. ഡിസ്ക്രിപ്റ്റീവ് സ്ക്രിപ്റ്റ് ഇങ്ങനെ വിശദീകരിച്ച് കാണിക്കുക, വേണോ വേണമെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്യാം, നമുക്ക് പറയാമല്ലോ. ഇനി അഫക്റ്റീവ് നരേഷൻ, നല്ല രീതിയിൽ നമ്മൾ നരേറ്റ് ചെയ്യണം. ഓക്കെ, പറഞ്ഞ് ബലിപ്പിക്കണം, വേണം. ഗുഡ് ഐ കോണ്ടാക്ട്, നല്ല ഐ കോണ്ടാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ റേഡിയോയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല. ക്യാച്ചി ഇൻട്രൊഡക്ഷൻ, നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം, വേണം. ഇംപ്രസീവ് ബോഡി ലാംഗ്വേജ്, നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ വേണം, നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല. ഇതിലെ ഡീപ്പ് പാർട്ട്, പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ റേഡിയോ പ്ലേ ഫോർ ദ ഫോളോയിങ് ഇവൻറ്റ് ആൻഡ് പെർഫോം ഇറ്റ്. ഒരു കോൺവെർസേഷനാണ്, ഇമാജിനറി കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോൺസി ആൻഡ് നിമോണിയ. ജോൺസിയും നിമോണിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ റേഡിയോ പ്ലേ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് താഴെ നോക്കിയേ, മൂവി ടൈം. വാച്ച് ദ കാർട്ടൂൺ ആനിമേഷൻ ഓഫ് ദ സ്റ്റോറി ദ ലാസ്റ്റ് ലൈഫ് ഓൺ യൂട്യൂബിലെ ലാസ്റ്റ് ലൈഫിൻ്റെ ആനിമേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്ക്, സ്റ്റോറി വരും കേട്ടോ, അപ്പം നിങ്ങൾക്ക് അത് കാണാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ റേഡിയോ പ്ലേ എഴുതുന്ന രീതിയിൽ തന്നെ എഴുതണം, വെറുതെ കോൺവെർസേഷൻ മാത്രം എഴുതരുത്. അവിടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, സെറ്റിങ്സ് എങ്ങനെയാണ്, അതൊക്കെ എഴുതണം. അപ്പോൾ ഇവിടെ ഇമാജിനറി കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോൺസി ആൻഡ് നിമോണിയ റേഡിയോ പ്ലേ, അതാണ് നമ്മുടെ ഹെഡിങ്. അതിൻ്റെ റേഡിയോ പ്ലേ ആണ് എഴുതാൻ പോകുന്നത്. കാസ്റ്റ് ആരൊക്കെ ഇതിലുള്ളത്, നറേറ്റർ ഉണ്ടാവും, നിമോണി ഉണ്ടാവും, ജോൺസി ഉണ്ടാവും. സീന് മ്യൂസിക് ഉണ്ടായിരിക്കും, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിന്നുണ്ടാവും. ക്വൈറ്റ് സോഫ്റ്റ് ഇൻ ട്യൂൺ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ട്യൂണാണ്. ഇനി നറേറ്റർ പറയാണ്, മെനി പീപ്പിൾ ഹു വർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട് കെയിം ടു ഗ്രീൻവിച്ച് വില്ലേജ്. നമ്മൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റാർട്ടിങ് ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. ദ കെയിം ജുവാന ബട്ട് എവ്രി വൺ കോൾ ഹെർ ജോൺസി. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ ജോൺസി എന്ന് പറയുന്നത്. എല്ലാവരും ഗ്രീൻവിച്ച് വില്ലേജിലുള്ളവരാണ്, അവിടെ കലാകാരന്മാരാണ് ഉള്ളത്. ഷീ മെറ്റ് സ്യൂ ഓവർ സം സ്നാക്ക് ഇൻ റെസ്റ്റോറൻറ്റ് ഓൺ 8th സ്ട്രീറ്റ്. 8th സ്ട്രീറ്റിൽ വെച്ചിട്ട് അടുത്ത റെസ്റ്റോറൻറ്റിലെ സ്യൂവിനെ കണ്ടുമുട്ടുന്നുണ്ട് അവൾ.
ബോത്ത് ഫൗണ്ട് ദേ ഷെയർഡ് ദ സെയിം ടേസ്റ്റ് ഇൻ ആർട്ട്. കലയിലെ എന്ന് പറഞ്ഞാൽ ആർട്ടിലെ സെയിം ടേസ്റ്റാണ് രണ്ടാൾക്കുള്ളത്, സെയിം ഇഷ്ടങ്ങളാണുള്ളത്. Wind sound effects combined by the sounds of owl, cricket indicating a bat. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു കാറ്റുണ്ട്, അതുപോലെ ഔളിൻ്റെ വോയിസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇൻ നവംബർ ദ റെഡ് ഫിസ്റ്റഡ് കോൾഡ് മിസ്റ്റർ നിമോണിയ വിസിറ്റ് ദ സിറ്റി ലുക്കിംഗ് ഫോർ പ്രേ. അപ്പോൾ നിമോണിയ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു വ്യക്തിയായിട്ട് വെറുതെ പറയാം. നിമോണിയ വന്നു ആ സമയത്ത് ഒരു നവംബറിലെ എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഇരയെ തേടാനായിട്ട്. ആരുടെ ശരീരത്തിലാണ് ഞാൻ കുടിയേറുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ട്. ഹി ഫൗണ്ട് ദ തിൻ ഫ്രാഗൈൽ ലുക്കിംഗ് ജോൺസി ആൻഡ് ഡിസൈഡ് ടു ടച്ച് ഹെർ വിത്ത് ഹിസ് കോൾഡ് ഫിഗർ. തണുത്ത വിരൽ കൊണ്ട് ജോൺസി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കണ്ടപ്പോൾ അവളെ തൊടാൻ തീരുമാനിച്ചു. ന്യൂമോണിയ നമുക്കറിയാം, പനി ചുമയൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു അവസ്ഥയാണ്. അതിൽ ആൾക്കാർ മരണപ്പെടാറുമുണ്ട്. ലൈയിങ് ഓൺ ഹെർ ബെഡ്. അപ്പോൾ എന്ത് ചെയ്യും? അവൾ ആ ഒരു ബെഡിൽ കിടക്കുന്ന ആളെയാണ് പോയി തൊട്ടത്. ജോൺസി സോ ദ സ്കാരി ഫിഗർ ഓഫ് ന്യൂമോണിയ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ആൻഡ് ഷീ ടോക്സ് ടു ഹിം. അപ്പോൾ ആ പേടിക്കുന്ന ഫിഗറായിട്ടുള്ള ന്യൂമോണിയനെ അവളവിടെ കണ്ടു. വെറുതെ ഇതൊക്കെ ഇമാജിനറിയാണ് കേട്ടോ, അതൊക്കെ സാങ്കല്പിക. ന്യൂമോണിയ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, ഒരു അസുഖമാണല്ലോ, ഇമാജിനേഷനാണ്. എന്നിട്ട് അവളോട് സംസാരിച്ചു, നിമോണിയോട് സംസാരിച്ചു. ജോൺസി, ഹു ആർ യു, വൈ ഡു യു ലൈക്ക് സോ സ്കൈറി? നീ ആരാണ്? നിന്നെ എന്താ ഇങ്ങനെ ഇത്ര പേടിക്കാനുള്ള രൂപമായിട്ട് നിന്റെ കാണുന്നത്? നിമോണിയ പറയണം, ഐ ആം നിമോണിയ, ഡു ഐ ലുക്ക് സ്കൈറി, ഹു ആർ യു? അപ്പം ഞാൻ നിമോണിയാണ്, എന്നെ കാണുമ്പോൾ പേടിക്കണ ഒരു രൂപമുണ്ടോ? നീ ആരാ എന്ന് തിരിച്ചു ചോദിക്കാം. ജോൺസി പറയണം, യെസ് യു ഡു, ഐ ആം ജോൺസി, ടെൽ മീ വൈ ആർ യു ഹിയർ? അപ്പോൾ നിന്നെ കാണാൻ അങ്ങനെ ഒരു ലുക്കുണ്ട്, ഞാൻ ജോൺസിയാണ്. എന്നിട്ട് പറയണ, നീ എന്താ ഇവിടെ എന്ന് നിമോണിയോട് നമ്മുടെ ജോൺസി ചോദിക്കാം. അപ്പം നിമോണിയ പറയാണ്, ചിരിക്കുക, ഹാ ഹാ, വൈ ഐ ആം ഹിയർ? ഐ എം ഹിയർ ടു ടേക്ക് പീപ്പിൾ ഔട്ട് ഓഫ് ദർ ട്രബിൾ. ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പുറത്തേക്ക് എടുക്കാൻ വന്നവനാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുള്ളത് ജീവിതത്തിലാണല്ലോ, ആ ജീവിതത്തിൽ നിന്ന് ആൾക്കാരെ എന്ന് പറഞ്ഞാൽ മരണപ്പെടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയാം. ജോൺസി, സോ ആർ യു എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്? അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണോ എന്ന് ചോദിക്കാം. ബട്ട് ഏഞ്ചൽസ് ലുക്ക് ഡിവൈൻ ആൻഡ് യു ഡു നോട്ട്. പക്ഷേ ഏഞ്ചൽസ്, മാലാഖമാരെ കാണുമ്പോൾ എന്താ ഒരു ഭക്തി നിറഞ്ഞൊരു രൂപമാണുള്ളത്, പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. നിമോണിയ പറയാണ്, നോ, ഗോഡ് സേവ്സ് ലൈഫ്. ഇല്ല, ദൈവം ജീവൻ രക്ഷിക്കുക ചെയ്യുക. ആൻഡ് ഐ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സാത്താൻ, ഞാൻ സാത്താൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ടേക്ക് ലീവ്സ്, ഞാൻ ജീവൻ എടുക്കും. ജോൺസി, യു ആർ ഗോയിങ് ടു കിൽ മീ ആറൻറ്റ് യു? അപ്പം നീ എന്നെ കൊല്ലാൻ ആണോ എന്ന് ചോദിക്കാം. നിമോണിയ പറയണം, കിൽ യു? വെൽ, ഐ എം ഗോയിങ് ടു പാസ് മൈ ജേംസ് ടു യുവർ ബോഡി, ദാറ്റ്സ് ഓൾ. നിന്നെ കൊല്ലണമെന്നില്ല, കിൽ യു, കൊല്ലേ. ഞാൻ എൻ്റെ കയ്യിലുള്ള ജെംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വൈറസ്, അതൊക്കെ ഞാൻ നിൻ്റെ ശരീരത്തിലേക്ക് ആക്കും, അത്രയേ ഉള്ളൂ. ജോൺസി, വാട്ട് വിൽ ഹാപ്പൻ ടു മീ ദെൻ? അപ്പോൾ എനിക്ക് എന്താ സംഭവിക്കുക? അപ്പം നിമോണിയ പറയണം, ഐ ഡിസൈഡഡ് ടു ഇൻഫെക്റ്റ് യു ബിക്കോസ് യു ലുക്ക് മെൻ്റലി വീക്ക്. ഞാൻ നിന്നിലേക്ക് വരാൻ നിന്നത് എന്തുകൊണ്ടാണ്? നീ മെൻ്റലി വീക്കായിട്ടായിരിക്കണം, മാനസികമായി തകർന്നിരിക്കുക. യുവർ മെൻ്റൽ സ്റ്റേറ്റ് വിൽ കിൽ ഓർ സേവ് യു. നിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് നിന്നൊന്നുമില്ലെങ്കിൽ നശിപ്പിക്കും, അല്ലെങ്കിൽ രക്ഷിക്കും. ജോൺസി, നോ നോ പ്ലീസ് ഡോണ്ട്. അപ്പോൾ ജോൺസി പറയുന്നത്, പറ്റില്ല പ്ലീസ്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. അപ്പോൾ അവരുടെ പൊസിഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ റോളൊക്കെ കഴിഞ്ഞു റേഡിയോ പ്ലേയിൽ. ഇനി നാരേറ്റർ പറയാണ്, ഹെർ വോയിസ് ബിക്കെയിം വീക്ക് ആസ് നിമോണിയ ഇൻഫെക്റ്റഡ് ഹെർ. നിമോണിയ അവളിൽ ഇൻഫെക്റ്റ് ചെയ്തപ്പോൾ അവളുടെ വോയിസൊക്കെ ഇങ്ങനെ ഡള്ളായി തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ത്രൂ ദ ബ്ലാങ്ക് വാൾ ഓഫ് ദ ഓപ്പോസിറ്റ് ബിൽഡിംഗ്. ആ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലേക്ക് ആ ഒരു ബ്ലാങ്ക് വാളിൻ്റെ ആ ഒരു വാളിലേക്ക് അവൾ നോക്കാൻ തുടങ്ങി. സ്ലോലി ഷീ സ്റ്റാർട്ടഡ് ടു കോറിലേറ്റ് ഹെർ ലൈഫ് വിത്ത് ദ ഫോളിംഗ് ഓഫ് ലീഫ് ഫ്രം ദ ഐവി വൈൻ ആൻഡ് ഷീ ബിഗൻ ഹെർ സ്ലോ ബട്ട് പെയിൻഫുൾ വെയിറ്റ് ഫോർ ഡെത്ത്. അതിൽ നിന്ന് ആ ഒരു വൈൻ ട്രീയിൽ നിന്ന് ഓരോ ഇലകളും കൊഴിയുന്നത് നോക്കിയിരുന്നു. അവസാനത്തെ ഇല കൊഴിയുമ്പോൾ താൻ മരിക്കുമെന്ന് വിശ്വസിച്ച് അവൾ അങ്ങനെ നോക്കിയിരുന്നു. ഇതാണ് നമ്മുടെ റേഡിയോ പ്ലേ ഉണ്ടായിരുന്നത്. റേഡിയോ പ്ലേയിൽ ഇപ്പോൾ നരേറ്റർ ഉണ്ട്, പിന്നെ അതിലത്തെ കഥാപാത്രങ്ങൾ ആരാണോ അത്, അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളും എഴുതണം, പിന്നെ ഒരു കോൺവെർസേഷൻ എഴുതണം. അവസാനം നരേറ്റർ അതിനെന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ള രീതിയും വേണം കേട്ടോ. ഇനി ലാംഗ്വേജ് ആക്ടിവിറ്റി 1, read the following sentence. I can walk 100 of kilometers without being tired. I walked through the jungle without being tired. രണ്ടെണ്ണത്തിൻ്റെ മീനിങ് കണ്ട് രണ്ടെണ്ണം വായിക്കുമ്പോൾ എന്താ ഒരേ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ ഒരു ചെറിയ മീനിങ്ങിന് ഡിഫറൻസ് ഉണ്ട്. What difference do you notice between these two sentences? Write your ideas here. In the first sentence, the speaker talked about her ability to walk kilometers without being tired. I can walk 100 of kilometers without being tired. ക്ഷീണിക്കാതെ തന്നെ എനിക്ക് 100 കിലോമീറ്ററോളം നടക്കാം. I walked through the jungle without being tired. രണ്ടാമത്തേൽ എന്താ പറയുന്നത്? In the second sentence, the speaker stated that she walked through the jungle without being tired. ഒരു ക്ഷീണമില്ലാതെ അവൾ നടന്നു എന്ന് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേൽ അവളുടെ കഴിവിനെ പറയണ എബിലിറ്റി, അവൾക്ക് നടക്കാൻ പറ്റും എന്ന് പറഞ്ഞ കഴിവിനെ. ക്യാൻ ഇംപ്ലൈസ് പോസിബിലിറ്റി ഓർ എബിലിറ്റി. ഇതിൽ ക്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്യാൻ എന്നുള്ള വാക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ പോസിബിലിറ്റി, നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എബിലിറ്റി, അവരുടെ കഴിവിനെ ആയിരിക്കാം പറയുന്നത്.
എന്താണെന്ന് മനസ്സിലായല്ലോ, പോസിബിലിറ്റിയും എബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ബി ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂലിയൻ ആൻഡ് ഹെർ മദർ കെയർഫുള്ളി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ ഒന്ന് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ജൂലിയൻ, മദർ, ഷാൽ വി ഗോ നൗ? നമുക്കിപ്പോൾ പോയാലോ? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇത് ഓൾറെഡി ലേറ്റ് ആയിട്ടായിരിക്കണം. വി മേ മിസ് ദ ഫ്ലൈറ്റ്. നമുക്ക് ആ ഫ്ലൈറ്റ് ഒന്ന് മിസ് ചെയ്യും. അമ്മ പറയാണ്, മദർ, ദ ബാഗേജ് ഈസ് വെരി ഹെവി ജൂലിയൻ. ഈ ഒരു ബാഗേജ് ഇത് ഭയങ്കര ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. കുഡ് യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ജൂലിയൻ, ഡോണ്ട് വറി മാം, ഐ ക്യാൻ ക്യാരി ദ ബാഗേജ്. അമ്മ പേടിക്കണ്ട, എനിക്ക് ഈ ബാഗേജ് ഞാൻ പിടിക്കാം. മദർ, ഇറ്റ് മൈ ട്രെയിൻ ടുഡേ. ഇന്ന് ചിലപ്പോൾ റെയിൻ ഉണ്ടാവും, മഴയുണ്ടാവും കേട്ടോ. യു ഹാഡ് ബെറ്റർ ടു ടേക്ക് 2 അമ്പല്ലോ. നീ 2 കുട കൈ പിടിച്ചോ. ജൂലിയൻ, ഐ വിൽ ഡു ദാറ്റ്. എനിത്തിങ് എൽസ്? ഞാനത് ചെയ്യാം. വേറെ എന്തെങ്കിലും വേണോ? അപ്പം അമ്മ, മേ ആസ്ക് ജോൺ ആൽസോ ടു ജോയിൻ അസ് അറ്റ് പുക്കൽപ്പ. ഞാൻ ജോണിനോടും പറയാം നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് ഞാനൊന്ന് ചോദിച്ചാലോ? ഹി ക്യാൻ കുക്ക് ക്വൈറ്റ് വെൽ. അവൻ നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റും. ജൂലിയൻ, വി മസ്റ്റൻ ഡിസ്റ്റർബ് ജോൺ. നമുക്ക് ജോണിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ മാനേജ് ദാറ്റ്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വി മസ്റ്റ് റിപ്പോർട്ട് അറ്റ് ദ റിസപ്ഷൻ അറ്റ് 11 AM. പ്ലീസ് ഹറി അപ്പ്. നമുക്ക് 11 മണിക്കവിടെ റിപ്പോർട്ട് ചെയ്യണം. വേഗം ആയിക്കോ. മദർ, ഓക്കെ ലെറ്റ്സ് ലീവ്. ശരി, നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്യാൻ വരുന്നുണ്ട്, മേ ഐ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Now pick out suitable sentence from the conversation and write according to the pattern given below. One is done for you. ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ആ പാറ്റേണിനനുസരിച്ച് നമ്മുടെ കോൺവെർസേഷനിൽ സെൻറ്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എബിലിറ്റി, പെർമിഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എബിലിറ്റി എന്ന് പറയുന്നത് ഐ ക്യാൻ ക്യാരി ദ ബാഗ്. എനിക്ക് ആ ബാഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. അത് അവളുടെ കഴിവിനെയാണ് പറയുന്നത്. മോഡൽ, ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡൽ എന്ന് പറയുന്നത് we use model auxiliaries to express ability, certainty, probability or possibility. Models are also used for asking permission, making requests and offers, giving advice and so on. അങ്ങനെ ചെയ്യണോ, ഇങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ ചോദിക്കുമ്പോഴും അതുപോലെ അത് അവളുടെ കഴിവാണ്, ഷീ ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ പറയുമ്പോഴും ഈ മോഡൽസ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ എന്താണ്? ഈ ഒരു ലൈനിൽ ക്യാൻ ആണ്. അവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് ഈസ് ആൻ ആക്ഷൻ വേർഡ്. അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഐ ക്യാൻ ക്യാരി ദ ബാഗേജ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താ? ക്യാരി ചെയ്യുക, എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചുമക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി. പെർമിഷനിലായിട്ട് ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അവിടെ എന്താ ചോദിക്കണം അത് എഴുതുക. അവിടെ ചോദിക്കുന്നുണ്ട് മകളോട്, മേ ഐ ആസ്ക് ജോൺ ആൽസോ ടു ജോയിൻ അസ് അറ്റ് പുക്കൽപ്പ കുഡ് യു. അപ്പോൾ അവിടെ പറയുന്നത് എന്താ? ജോണിനോട് ഞാൻ ചോദിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. പെർമിഷനാണത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പറയുന്നുണ്ട്? അവിടുത്തെ മോഡൽ എന്താണ്? മേ ആണല്ലോ. മേ ഐ ആസ്ക് യു, അതിൽ മേ ആണ് അവിടുത്തെ മോഡൽ വന്നിരിക്കുന്നത്. വെർബ് എന്താ ചോദിക്കണത്? ആസ്ക്. മേ ഐ ആസ്ക്, ചോദിക്കുക. അവിടുത്തെ ആക്ഷൻ എന്താ? ചോദിക്കുകയാണല്ലോ ആക്ഷൻ. അപ്പോൾ ആസ്ക്. ഓക്കെ, അടുത്തത് റിക്വസ്റ്റ്. ഒരാളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്താ? കുഡ് യു ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതിലെ മോഡൽ എന്താണ്? കുഡാണ്. അവിടെ ചെയ്യുന്ന പ്രവൃത്തി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹെൽപ്പ്. അടുത്തത് ഓഫർ. ഐ ക്യാൻ ക്യാരി ദ ലഗേജ്. എനിക്ക് ഈ ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. അവിടുത്തെ മോഡൽ ക്യാൻ ആണ്, ചെയ്യുന്ന പ്രവൃത്തി ക്യാരിയാണ്. പ്രിഡിക്റ്റിംഗ്. ചിലപ്പോൾ ഇന്ന് മഴയുണ്ടാവും എന്ന് പറഞ്ഞ് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അത് ഇറ്റ് മൈ ട്രെയിൻ ടുഡേ. അതിലെ മോഡൽ മൈറ്റ്. അവിടെ ഉണ്ടാവുന്ന പ്രവൃത്തി മഴ. വെർബ് റെയിൻ. ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ കമ്പൽഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയില്ലേ, അത്. വി മസ്റ്റ് റിപ്പോർട്ട് അറ്റ് ദ റിസപ്ഷൻ അറ്റ് 11 AM. 11 മണിക്ക് നമുക്ക് അവിടെ എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ മോഡൽ എന്താണ്? മസ്റ്റ്. വെർബ് എന്താണ്? റിപ്പോർട്ട്. അവിടെ എത്തിച്ചേരുക, അതാണ് റിപ്പോർട്ടോട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്? മോഡൽ എന്താണ്, വെർബ് എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You meet the doctor who treats Johnsy and ask about her illness and the doctor gives her some suggestion. Certain instructions and questions from their conversation are given below. അവിടെ സിയു എന്ത് ചെയ്യുന്നുണ്ട്? ജോൺസിയുടെ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, ജോൺസിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സജഷൻസ് ഒക്കെ ഡോക്ടർ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നൗ റൈറ്റ് ദീസ് സെൻറ്റൻസ് അണ്ടർ ദീസ് ഹെഡിങ്സ്. വൺ ഈസ് ഡൺ ഫോർ യു. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെൻറ്റൻസും ഇതിന് അനുയോജ്യമായിട്ടുള്ള ഹെഡിങ്ങിന് താഴെ എഴുതണം. ഒന്നാമത്തത് സെൻറ്റൻസ് സ്റ്റാർട്ടിങ് എ ഫാക്റ്റ്. ഒരു കാര്യം പറഞ്ഞ്, ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം എന്ന് പറയുന്നതാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ സെൻറ്റൻസ് ഇൻഡിക്കേറ്റിംഗ് എബിലിറ്റി, അവളുടെ കഴിവിനെ പറയണതാണെങ്കിൽ രണ്ടാമത്തിൽ എഴുതുക. സെൻറ്റൻസ് ഷോയിങ് പോസിബിലിറ്റി ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സാധ്യത എന്ന് പറയുമല്ലോ, അത് മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. പെർമിഷനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നാലാമത്തെ ബോക്സിൽ എഴുതുക. ഇത് നമുക്കൊന്ന് തരംതിരിക്കാം. താഴെയുള്ള ബോക്സ് ഒന്ന് നമുക്ക് വായിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. വി യൂസ് മോഡൽ ഓക്സിലറീസ് ക്യാൻ,
മേ, മൈറ്റ്, ടു എക്സ്പ്രസ് എബിലിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ, എക്സെട്ര. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ മേ, ക്യാൻ, മൈറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് അവർ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഓക്സിലറീസ്, മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഓരോ ലൈൻസും ഞാനിവിടെ ഓരോ ബോക്സിലേക്കുള്ള തരം തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷാൽ ഐ മീറ്റ് ജോൺസി ഡോക്ടർ? അവിടെ ഒരു ചോദ്യമാണ്, ഞാൻ ജോൺസിയെ കണ്ടോട്ടെ. അപ്പോൾ അതൊരു പെർമിഷൻ ചോദിക്കുന്നതായതുകൊണ്ട് പെർമിഷൻ എന്ന് പറഞ്ഞാൽ കോളത്തിൽ എഴുതണം. ഞാൻ പെർമിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഷീ തിങ്ക് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെൽ. അവൾ വിചാരിക്കുന്നത് അവൾ ഇനി ഒരിക്കലും ശരിയാവില്ല, അവൾക്ക് ഭേദമാകില്ല എന്ന് അവൾ വിചാരിക്കുന്നത്. അത് അവൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അതൊരു ഫാക്റ്റ്. ജോൺസി ക്യാൻ റിക്കവർ സൂൺ. ജോൺസിക്ക് ഭേദമാകാൻ പറ്റും. അത് അവളുടെ കഴിവിനെയാണ് പറയുന്നത്. അപ്പോൾ എബിലിറ്റി. ക്യാൻ ഐ ഗിവ് ഹെർ സം മിൽക്ക്? ഞാൻ അവൾക്ക് കുറച്ച് പാല് കൊടുത്തോട്ടെ? അത് പെർമിഷൻ, ചോദിക്കല്ലേ ചെയ്യണേ. ഷീ നീഡ്സ് റെസ്റ്റ്. അവൾക്ക് റെസ്റ്റ് വേണം. അത് ഫാക്റ്റ്. ഷീ മേ ലൈക്ക് യുവർ കമ്പനി. അവൾക്ക് ചിലപ്പോൾ നിൻ്റെ കമ്പനി ഇഷ്ടമായിരിക്കാം. അതെന്താ? പോസിബിലിറ്റി, സാധ്യതയാണ്. ഞാൻ പറഞ്ഞു. ഐ ക്യാൻ ഗിവ് ഹെർ മെഡിസിൻ അറ്റ് ദ റൈറ്റ് ടൈം. എനിക്ക് അവൾക്ക് കറക്റ്റ് സമയത്ത് മെഡിസിൻ കൊടുക്കാൻ പറ്റും. അതെന്താ? അവളുടെ കഴിവാണ്, കൊടുക്കാൻ പറ്റുന്നത് കറക്റ്റ് ടൈമിൽ. അപ്പോൾ എബിലിറ്റി. ഷീ ലൈക്സ് ടു ഡ്രോ പിക്ചേഴ്സ്. അവൾക്ക് പിക്ചർ വരയ്ക്കുന്നത് ഇഷ്ടമാണ്. അതെന്താണ്? അവിടുത്തെ ഫാക്റ്റാണ്. ഷീ മൈറ്റ് ബി റെഡി നൗ. അവൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടാവും. ഷീ മൈറ്റ് ഓക്കെ ആയിട്ടുണ്ടാവും എന്നല്ല, ഷീ മൈറ്റ് ബി റെഡി നൗ. അവൾ റെഡി ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സാധ്യതയാണ്, പോസിബിലിറ്റി. മേ ഐ ടേക്ക് ഹെർ ഫോർ എ വാക്ക്? ഞാൻ അവളെ ഒരു നടക്കാനായിട്ടൊന്ന് കൊണ്ടുപോയിക്കോട്ടെ? അപ്പോൾ എന്താ? പെർമിഷൻ. ക്ലിയർ ആയില്ലേ? പെർമിഷൻ കണ്ടെത്താൻ എളുപ്പം. കാരണം എന്താ? എല്ലാത്തിൻ്റെ നേരെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് ദി ക്വസ്റ്റ്യൻ, ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ have two possible interpretation. Guess what pictures are? Use may, might, can, could. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ ഡക്കായിട്ട് തോന്നാം, അല്ലെങ്കിൽ മുയലായിട്ട്, റാബിറ്റായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ അത് രണ്ടും ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. ഇങ്ങനെയായിട്ട് തോന്നാം, ഇങ്ങനെയായിട്ടും തോന്നാം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് വിശദീകരിക്കാനാണ്, കുറച്ച് ലൈൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഫസ്റ്റ് പിക്ചർ മൈറ്റ് ബി ദാറ്റ് ഓഫ് എ ഡക്ക് ബട്ട് ഇറ്റ് കുഡ് ആൾസോ ബി എ റാബിറ്റ്. ചിലപ്പോൾ അതെന്തായിരിക്കാം? ഒരു ഡക്കിൻ്റെ ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? അതൊരു റാബിറ്റായിട്ടും തോന്നാം. ദ സെക്കൻഡ് പിക്ചർ മേ ബി ദാറ്റ് ഓഫ് എ ഗേൾ. ഒരു പെൺകുട്ടിയുടെ ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ് കുഡ് ആൾസോ ബി എ പ്ലാന്റ്. അതൊരു ചെടിയായിട്ടും നമുക്ക് തോന്നാം. അടുത്തത് തേർഡ് പിക്ചർ മൈറ്റ് ബി ദാറ്റ് ഓഫ് എ മങ്കി ഓർ ഇറ്റ് മൈറ്റ് ബി ഓഫ് എ ട്രീ. മൂന്നാമത്തെ പിക്ചർ ഒരു മരമായിട്ടും തോന്നാം, ഒരു മങ്കിയായിട്ടും തോന്നാം. ദ ഫോർത്ത് പിക്ചർ കുഡ് ബി ദാറ്റ് ഓഫ് എ ചാലീസ് യൂസ്ഡ് ബൈ ദ കാത്തോലിക് പ്രീസ്റ്റ് ഡ്യൂറിങ് ദ ഹോളി മാസ്. ഹോളി മാസിൻ്റെ സമയത്ത് നമ്മുടെ പ്രീസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം. അപ്പോൾ അതായിട്ട് നമുക്ക് തോന്നും. ഓർ ഇറ്റ് മൈറ്റ് ബി ദാറ്റ് ഓഫ് എ ട്രോഫി. ഒരു ട്രോഫി പോലെയും നമുക്ക് തോന്നാം. ലാസ്റ്റ് ദ ഫിഫ്ത്ത് വൺ ക്യാൻ ആൾസോ ബി റീഡ് ആസ് എ ലയർ. ലയർ എന്ന് നമുക്ക് വായിക്കാം, ആരാണോ നുണ പറയുന്ന ആ വ്യക്തി. ഓർ ഇറ്റ് മൈറ്റ് ബി റീഡ് ആസ് ലയൺ റിട്ടൺ ഇൻ ഗ്രാഫിക് വേ. അല്ലെങ്കിൽ അതൊരു ലയൺ എന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെയും നമുക്ക് കരുതാം, ഒരു ഗ്രാഫിക് വേയിൽ. അപ്പോൾ രണ്ടിനും സാധ്യതയുണ്ട്. അതാണ് നമ്മൾ മേ, മൈറ്റ്, ക്യാൻ, കുഡൊക്കെ യൂസ് ചെയ്യുക. മേ, മൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാകാം, ചെയ്യാം, അതൊക്കെ സാധ്യതകളാണ്. അപ്പോൾ നമ്മൾ പോസിബിലിറ്റിയിലാണ് കൂട്ടുക. ക്യാൻ, കുഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു കഴിവ്, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരു എബിലിറ്റി. അപ്പോൾ അതിന് കഴിവിൻ്റെ ഇതിൽ നമ്മൾ എഴുതും. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ലാസ്റ്റ് ലീഫ്. ഐഡ് റാദർ സ്റ്റേ ഹിയർ വിത്ത് യു സെഡ് ച്യൂ. വാട്ട് ഡസ് യു മീൻ ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ പറയുന്നുണ്ട് അവിടെ, ഞാൻ നിൻ്റെ കൂടെ ഇവിടെ നിൽക്കാം എന്ന് സ്യൂ പറയുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. നൗ റീഡ് ദ കോൺവെർസേഷൻ ഗിവൻ ബിലോ. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വരുന്നത് കേട്ടോ. മാരി പറയുന്നുണ്ട്, ഹീ ജോൺ, വെൽക്കം ടു മൈ ഹൗസ്. ഹായ് ജോൺ, എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? ടീ ഓർ കോഫി? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? അപ്പോൾ ജോൺ പറയണം, ഐ വുഡ് റാദർ ഹാവ് എ കപ്പ് ഓഫ് ടീ. എനിക്ക് ഒരു കപ്പ് ഓഫ് ടീ മതി. അപ്പോൾ എന്താണ് ഈ റാദറിൻ്റെ അർത്ഥം? വുഡ് റാദർ ഈസ് യൂസ് ടു കൺവേ ദാറ്റ് സം വൺ പ്രിഫർ വൺ തിങ് ഓർ സിറ്റുവേഷൻ ടു അനദർ. എനിക്ക് കോഫിയൊക്കെ കൂടുതൽ ഇഷ്ടം എന്താണ്? ടീ ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയാം? വുഡ് റാദർ എന്ന് പറയാം. ഐ വുഡ് റാദർ ഹാവ് എ കപ്പ് ഓഫ് കോഫി. അപ്പോൾ എനിക്ക് ഒരു കോഫിയാണ് താല്പര്യം. ടീ ആണോ കോഫിയാണോ എന്ന് ചോദിക്കുമ്പോൾ ടീയേക്കാൾ നല്ലത്, ടീയേക്കാൾ ഇഷ്ടം കോഫിയാണ് എന്ന് കാണിക്കുന്നത്. ജോൺ പ്രിഫേഴ്സ് കോഫി ടു ടീ. കോഫിയാണ് ടീനെ അപേക്ഷിച്ച് കൂടുതൽ ഇഷ്ടം എന്ന് കാണിക്കുക. അതാണ് വുഡ് റാദർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനിൽ എന്തായിരിക്കും? ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ വിത്ത് യു. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഒന്നിനോടൊന്ന് കമ്പയർ ചെയ്ത് പറയാം, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ഇതാണ് എന്ന് പറയാണ്. ഓക്കെ, സി ക്വസ്റ്റ്യൻ, നൗ സ്റ്റഡി ദ സെൻറ്റൻസ് ഗിവൻ ബിലോ ആൻഡ് നോട്ട് ദ ചേഞ്ചസ്. അപ്പോൾ ഇനി അതിനോടനുബന്ധിച്ചിട്ടുള്ള വുഡ് റാദർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നോക്കാം. ഐ വുഡ് റാദർ ഹാവ് ആപ്പിൾ ജ്യൂസ്. ഐ വുഡ് പ്രിഫർ ടു ഹാവ് കോൾഡ് കോഫി. ആഫ്റ്റർ വുഡ് റാദർ ടു ഈസ് നോട്ട് യൂസ്ഡ്. വുഡ് പ്രിഫർ ഈസ് ഫോളോഡ് ബൈ ടു. വുഡ് റാദർ കഴിഞ്ഞിട്ട് നമ്മൾ ടു ഉപയോഗിക്കില്ല. വുഡ് പ്രിഫർ കഴിഞ്ഞിട്ട് നമ്മൾ ടു ഉപയോഗിക്കും. രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഐ വുഡ് റാദർ ഹാവ് ആപ്പിൾ ജ്യൂസ്. എനിക്ക് ആപ്പിൾ ജ്യൂസാണ് നല്ലത്. ഐ വുഡ് പ്രിഫർ, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം, ഞാനിപ്പോഴും മുൻഗണന കൊടുക്കുന്നത് കോൾഡ് കോഫിക്കാണ്. പ്രിഫർ കഴിയുമ്പോൾ വുഡ് പ്രിഫർ ആണെങ്കിൽ ടു ഉപയോഗിക്കും, വുഡ് റാദർ ആണെങ്കിൽ ടു ഉപയോഗിക്കില്ല.
Some options are given in the box. Which of them would you prefer to do? Express your idea using would rather or would prefer. Would rather or would prefer വെച്ച് നിങ്ങളോട് കുറച്ച് ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ തന്നിട്ടുണ്ട് കുറച്ച് എക്സാമ്പിൾസ്. വുഡ് യു ലൈക്ക് ടു വാച്ച് ടി വി? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? രണ്ടും വെച്ച് എഴുതാം. ഐ വുഡ് പ്രിഫർ ടു വാച്ച് എ ഫിലിം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫിലിമാണ് കാണാറുള്ളത്. ഐ വുഡ് റാദർ വെയിറ്റ് ടിൽ ലേറ്റർ. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കണ്ടോളാം എന്നുള്ള രീതിയിൽ പറയും. വെയിറ്റ് ടിൽ ലേറ്റർ. ഷാൽ വി പ്ലേ ഫുട്ബോൾ? നമുക്ക് പോയിട്ട് ഫുട്ബോൾ കളിച്ചാലോ? അപ്പോൾ അതിന് ആൻസർ പറയുന്നതാണ് ഐ വുഡ് പ്രിഫർ ടു ഗോ ഫോർ എ സ്വിം. ഞാൻ ഈ ഫുട്ബോളിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്വിമ്മിങ്ങിന് പോകാനാണ്. ഐ വുഡ് റാദർ വാച്ച് എ ഫിലിം. അപ്പോൾ എന്താ പറയുന്നത്? ഞാനൊരു ഫിലിം കാണാണ്. വുഡ് യു ലൈക്ക് ടു സിറ്റ് ഫോർ എ വൈൽ? കുറച്ച് സമയം നിനക്ക് ഇരിക്കാൻ താല്പര്യമുണ്ടോ? ഐ വുഡ് പ്രിഫർ ടു വെയിറ്റ് ടു എ ഫ്യൂ മിനിറ്റ്സ്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഐ വുഡ് റാദർ സ്റ്റാൻഡ്. ഒറ്റയടിക്ക് പറഞ്ഞു. റാദർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ആൻസർ പറയാം. വേണ്ട, ഞാൻ നിൽക്കാം എന്നുള്ള അർത്ഥത്തിലേക്ക്. ഓക്കെ, ഐ വുഡ് റാദർ സ്റ്റാൻഡ്. സിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ നിൽക്കാം. അതിനാണ് ഐ വുഡ് റാദർ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നാലാമത്തത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനവിടെ എഴുതിയിട്ടുണ്ട് കുഡ് വി വാച്ച് എ ഫിലിം? നമുക്കൊരു സിനിമ കാണാൻ പോയാലോ? അപ്പോൾ ആൻസർ ആയിട്ട് യെസ് ഐ വുഡ് പ്രിഫർ ടു വാച്ച് എ ഫിലിം. ഓക്കെ, ഞാനൊരു ഫിലിം വാച്ച് ചെയ്യാൻ ഓക്കെയാണ്. നോ ഐ വുഡ് റാദർ ഗോ ഫോർ എ സ്വിം. അപ്പോൾ ഞാൻ ഫിലിം കാണാനില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുക. അതെങ്ങനെയാണ് പറയണത്? ഞാൻ സ്വിമ്മിങ്ങിന് പോവുക, അങ്ങനെ പറയാം. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ റൈറ്റ് എ ഫ്യൂ തിങ്സ് ദാറ്റ് യു പ്രിഫർ ടു ഡു ഡ്യൂറിങ് എ വീക്കെൻഡ്. യൂസ് വുഡ് റാദർ ഓർ പ്രിഫർ. വുഡ് റാദറോ പ്രിഫറോ വെച്ച് നിങ്ങൾക്ക് എഴുതാട്ടെ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് തലപൊകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ എഴുതുക. Next, I'll part read the sentence from the story last leaf. She was looking out of the window and counting backward. The sentence can be divided into two simple sentences below. തന്നിരിക്കുന്ന ഒരു ഒറ്റ സെൻറ്റൻസ് 2 സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഷീ വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. ഷീ വാസ് കൗണ്ടിങ് ബാക്ക്വേർഡ്. ഇവിടെ നമ്മൾ ആ 2 ലൈൻസ് ജോയിൻ ചെയ്യിപ്പിച്ചത് എങ്ങനെയാണ്? ആൻഡ് ഉപയോഗിച്ചിട്ടാണ്. അതിന് നമ്മൾ കൺജക്ഷൻ എന്നാ പറയാം കേട്ടോ. ആൻഡ് ഒക്കെ ഉപയോഗിക്കുന്നതിന്. ഇനി സ്റ്റഡി ദ യൂസ് ഓഫ് ആൻഡ്, ബട്ട്, ഓർ ഇൻ ദ സെൻറ്റൻസ്. കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ 2-3 ലൈൻസിനൊക്കെ നമ്മൾ ഒന്നാക്കി എഴുതുന്നതിനാണ് കൺജക്ഷൻസ് എന്ന് പറയാം. ആൻഡ്, ബട്ട്, ഓർ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയല്ലോ? ജോൺ ആൻഡ് മാരി ആർ റൈറ്റിംഗ് എ ബുക്ക്. അപ്പോൾ ജോണും മാരിയും ആ 2 നമ്മൾ ആൻഡ് വെച്ച് കമ്പൈൻ ചെയ്തു. യുവർ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ഓർ ഇൻ ദ ഡ്രോയർ. നിൻ്റെ ബുക്ക് ടേബിളും ഉണ്ട്, അല്ലെങ്കിൽ അത് ഡ്രോയറിലുണ്ടായിരിക്കും, വലിപ്പിലുണ്ടായിരിക്കും. അപ്പോൾ 2 ലൈനാണ് നമ്മൾ ഒന്നാക്കി ഓർ വെച്ച് എഴുതി. മോഹൻ ഈസ് പുവർ ബട്ട് ഹോണസ്റ്റ്. മോഹൻ ഒരു ദരിദ്രനാണ്, അല്ലെങ്കിൽ ഒരു ദരിദ്രനാണ്, പക്ഷേ സത്യസന്ധനാണ്. ബട്ട് എന്ന് ഉപയോഗിച്ചു. ഷീ ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി ബട്ട് നോട്ട് വെരി എനർജറ്റിക്കലി. നല്ല മനോഹരമായി കളിച്ചു, പക്ഷേ എനർജി ഉണ്ടായിരുന്നില്ല. റോയ് വെൻ ടു ദ ബീച്ച് ബട്ട് ഇർഫാൻ സ്റ്റേഡ് അറ്റ് ഹോം. റോയ് എന്ത് ചെയ്തു? ബീച്ചിലേക്ക് പോയി, പക്ഷേ ഇർഫാൻ എന്ത് ചെയ്തു? വീട്ടിൽ തന്നെ നിന്നു. In the first sentence, 2 noun phrases are linked using and. 2 prepositional phrases are linked using or in the second sentence. Prepositional എന്ന് പറഞ്ഞാൽ on, in എന്നൊക്കെ പറയുന്നത് prepositional. ടേബിളിൻ്റെ മുകളിൽ, ഡ്രോയറിൻ്റെ അകത്ത്, ഉള്ളിൽ എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ or വെച്ചിട്ടും 2 നൗൺ ഫ്രേസസ്, 2 പേരുകളാണ് ജോൺ മാരി, അത് നമ്മൾ ജോയിൻ ചെയ്ത് ആൻഡ് വെച്ചിട്ടാണ്. എക്സാമിൻ ദ യൂസ് ഓഫ് ബട്ട് ഇൻ ദ ലാസ്റ്റ് 3 സെൻറ്റൻസ്. ഡിസ്കസ് യുവർ ഫൈൻഡിങ്. ഇനി ആ ബാക്കി സെൻറ്റൻസിൽ ബട്ട് എങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നൗ കൺസ്ട്രക്ട് സെൻറ്റൻസ് യൂസിങ് ആൻഡ്, ബട്ട്, ഓർ യൂസിങ് ദ പാറ്റേൺ ബിലോ. തന്നിരിക്കുന്ന ഒരു പാറ്റേണിൽ ഈ ബട്ടും ആൻഡും ഓറൊക്കെ വെച്ച് നിങ്ങളോട് ഒരു ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നൗൺ ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ 2 പേരുകൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ 2 ആൾക്കാരെ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ. അപ്പോൾ നമ്മൾ ആൻഡ് ഉപയോഗിക്കുക. മൈ സൺ ആൻഡ് മൈ ഡോട്ടർ ലവ് ഫിലിംസ്. എൻ്റെ മകനും മകൾക്കും ഫിലിംസ് ഇഷ്ടമാണ്. അടുത്തത് പ്രിപ്പോസിഷണൽ ഫ്രേസ് പ്ലസ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ഞാൻ പറഞ്ഞു ഇന്നെ, ഓണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. രാമു ക്യാൻ സിറ്റ് ഓൺ ദ ടേബിൾ ഓർ അണ്ടർ ഇറ്റ്. രാമുവിനെ ടേബിളിൻ്റെ മുകളിലിരിക്കാം, അല്ലെങ്കിൽ താഴെ ഇരിക്കാം. അപ്പോൾ പ്രിപ്പോസിഷൻ വന്നു. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ വിശദീകരിക്കുന്നത്, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഷീസ് എ ബ്യൂട്ടിഫുൾ വുമൺ, ഷീസ് എ കൈൻഡ് ഗേൾ, കരുണയുള്ളവളാണ്. അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാനിയ ഈസ് കൈൻഡ് ബട്ട് സൂപ്പർസ്റ്റിഷ്യസ്. 2 അഡ്ജക്റ്റീവോടെ വന്നു. ആഡ്വേർബിയൽ പ്ലസ് ആഡ്വേർബിയൽ. ആഡ്വേർബിയൽ എന്ന് പറഞ്ഞാൽ വെർബ് എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ വേർഡ്, ചെയ്യുന്നൊരു പ്രവൃത്തി. അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക, വിശേഷിപ്പിക്കുക, വിശദീകരിക്കുന്നതാണ് ആഡ്വേർബ്. അപ്പോൾ ഹി വർക്ക്ഡ് ക്വിക്ക്ലി ആണ് ഇവിടുത്തെ ആഡ്വേർബ്. പിന്നെ മെത്തേഡിക്കലി, അതും ഇവിടുത്തെ ആഡ്വേർബാണ്. അവൾ ചെയ്യുന്ന ജോലി എന്താണ്? ഭയങ്കര മെത്തേഡിക്കലി ആയിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതുപോലെ തന്നെ പെട്ടെന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആഡ്വേർബ്സ്. സെൻറ്റൻസ് പ്ലസ് സെൻറ്റൻസ്. ഇനി അടുത്തത് 2 സെൻറ്റൻസ് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. സ്റ്റഡി ഫോർ ദ എക്സാം ബട്ട് ഹി പ്ലേഡ് ഔട്ട്സൈഡ്. എക്സാമിന് വേണ്ടി പഠിച്ചു, പക്ഷേ പുറത്ത് കളിക്കുകയും ചെയ്തു. അങ്ങനെ 2 സെൻറ്റൻസ് അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ ബട്ടിൻ്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബട്ട് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് 2 സെൻറ്റൻസ് എന്ന് നിങ്ങൾക്ക് എഴുതാം.
Clear ആയല്ലോ. Now read the passage given below and study the use of and, but, or. Convert the sentence into simple sentence. One is done for you. ഈ പാരഗ്രാഫ് വായിക്കാം. ഇതിൽ ഓരോന്നും ഓരോ ലൈനാക്കി മാറ്റി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫ് നിങ്ങൾ വായിച്ചോ, ഞാൻ എന്തായാലും ആൻസേഴ്സ് കൊടുക്കാം കേട്ടോ. Granny could hear the distant roar of the river. She could smell the pine needles beneath her feet. She could feel the presence of her grandson Money. She couldn't see the river or the trees. She could only make out the fuzzy hair of grandson. When he was very close, she could make out his blackberry eyes. She could make out the gleam of his teeth when he smiled. ഇവിടെ ഒന്നുമില്ല, ആൻഡും ബട്ടും ഓറൊക്കെ വരുന്നിടത്ത് നിങ്ങൾ എന്ത് വേണം, അതൊക്കെ ഓരോ ലൈൻസ് ആക്കി മാറ്റി മാറ്റി എഴുതണം. അത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് സ്റ്റഡി ദ ഫ്രേസസ് ഗിവൻ ഇൻ ദ ബോൾഡ്. അപ്പോൾ ഈ പാസേജ് വായിച്ചിട്ട് ഇതിൽ ഫ്രേസസ് തന്നിട്ടുണ്ട്, അത് ബോൾഡിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫും ജസ്റ്റ് വായിക്കുക. ബോത്ത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ വാച്ച് ടെലിവിഷൻ റെഗുലർലി. അതിൽ ബോത്ത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ദേ ക്യാൻ ഐദർ ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ടെലിവിഷൻ ലെസ് ഓഫൺ ഓർ ദേ ക്യാൻ മേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ് സെൽഫ്. നൈദർ മിസ്റ്റർ ജോൺ നോർ ഹിസ് വൈഫ്. ജോണും ഇല്ല വൈഫും ഇല്ല, അതാണ് നൈദർ നോർ എന്ന് പറഞ്ഞാൽ. ഐദർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നൗ സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് ഇൻ ടു 2. അപ്പോൾ ഈ തന്നിരിക്കുന്ന ആ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അവിടെ 3 ലൈൻസ് തന്നിട്ടുണ്ട്. എന്തായാലും ആ 3 ലൈൻസ് മാത്രം നിങ്ങൾ 2 സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ലൈൻസ് ഒന്നും കൂടി വായിച്ച് നോക്കിയാലോ. താഴെ കൊടുത്തിട്ടുണ്ട് ബോത്ത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ വാച്ച് ടെലിവിഷൻ റെഗുലർലി. അപ്പോൾ അത് 2 സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ ജോണും വാച്ച് ചെയ്യുന്നുണ്ട്, ജോണിൻ്റെ വൈഫും ടെലിവിഷൻ എന്നും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ജോൺ വാച്ചസ് ടെലിവിഷൻ റെഗുലർ. ജോൺ എല്ലാ ദിവസവും ടെലിവിഷൻ കാണാറുണ്ട്. അപ്പുറത്തെ കോളത്തിൽ എന്താണ്, മിസ്സിസ് ജോൺ എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ വൈഫും എല്ലാ ദിവസവും ആ ഒരു ടെലിവിഷൻ കാണാറുണ്ട്. അതാണ് ബോത്ത്, 2 ആളും കാണാറുണ്ട്. അടുത്തത് ദേ ക്യാൻ ഐദർ ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ടെലിവിഷൻ ലെസ് ഓഫൺ ഓർ ദേ ക്യാൻ ടേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ് സെൽഫ്. അതിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ടെലിവിഷൻ കുട്ടികളോട് എന്ത് ചെയ്താൽ മതി, ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ടെലിവിഷൻ ലെസ് ഓഫൺ, കുറച്ച് കാണുക എന്ന് പറയാം. അല്ലെങ്കിൽ ദേ ക്യാൻ ടേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ആ ടെലിവിഷൻ തന്നെ അവർക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകാം. ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരാൾക്ക് വരും. ഓക്കെ, അടുത്തത് അപ്പോൾ നമ്മളതെങ്ങനെ എഴുതുക, ഒരെണ്ണം ഒരാൾക്ക് എഴുതുക. ഐദർ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഒരാൾക്ക് വരിക. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, ജോൺ പറയുന്നതാണ് ദേ ക്യാൻ ആസ്ക് ദ ചിൽഡ്രൻ ടു വാച്ച് ടെലിവിഷൻ ലെസ് ഓഫൺ, കുറച്ച് കാണുക കേട്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ അത് നമ്മൾ ഐദർ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എഴുതാൻ പാടുള്ളൂ. ഐദർ എന്നവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത ബോക്സിൽ എഴുതുക, ദേ ക്യാൻ ടേക്ക് അവേ ദ ടെലിവിഷൻ ഇറ്റ് സെൽഫ്, അവർക്ക് ആ TV തന്നെ കൊണ്ടുപോകാം. അടുത്ത ലൈൻ നൈദർ മിസ്റ്റർ ജോൺ നോർ ഹിസ് വൈഫ് നോസ് വാട്ട് ടു ഡു. അപ്പോൾ നൈദർ മിസ്റ്റർ ജോൺ നോർ ഹിസ് വൈഫ് എന്ന് പറഞ്ഞാൽ ജോണിനും അറിയില്ല വൈഫിനും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതെങ്ങനെ എഴുതുക, മിസ്റ്റർ ജോൺ ഡസിൻ നോ. അപ്പോൾ നമ്മൾ ഡസിൻറ്റ് നോ എന്നറിയണം, എഴുതണം കേട്ടാൽ. നൈദർ നോർ എന്ന് പറഞ്ഞാൽ 2 ആൾക്കും അറിയില്ല. അല്ലെങ്കിൽ നൈദർ ദേ ബ്രിങ് എന്ന് പറഞ്ഞാൽ 2 ആളും അവിടെ കൊണ്ടുവന്നിട്ടില്ല. നൈദർ ദേ ബൈ എന്ന് പറഞ്ഞാൽ 2 ആളും അവിടെ മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം ഇല്ല എന്നർത്ഥമാണ് വരുന്നത്. മിസ്റ്റർ ജോൺ ഡസിൻ നോ വാട്ട് ടു ഡു, ജോണിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വൈഫിനും എന്താണ്, മിസ്റ്റർ ജോൺ മിസ്സിസ് ജോൺ ഡസിൻ നോ വാട്ട് ടു ഡു. മിസ്സിസ് ആണ് കേട്ടോ, MRS എന്ന് എഴുതിക്കോളോ. ജോണിൻ്റെ വൈഫിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലൈൻസിനെ നൈദർ ഐദർ ബോത്തൊക്കെ വന്നേരം നമ്മൾ 2 ലൈൻസായിട്ട് 2 സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എഴുതി. എന്താണെന്ന് മനസ്സിലായല്ലോ അർത്ഥം. ബോത്ത് എന്ന് വെച്ചാൽ 2ഉം ഉണ്ട്, ഐദർ ഓർ എന്ന് വെച്ചാൽ ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം ഇല്ല, നൈദർ നോർ എന്ന് പറഞ്ഞാൽ 2ഉം ഇല്ല. Next question, look at the table given below where the likes and dislike of Ashok, Abraham and Ashraf are given below. Connect and compare them using and, but, neither, nor, either or both. ഇപ്പോൾ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ. ബോത്ത്, ഐദർ ഓർ, നൈദർ ഓർ, അതുപോലെ ആൻഡ്, ബട്ട്, ഇതൊക്കെ വെച്ചിട്ട് അശോകിൻ്റെ, അബ്രഹാമിൻ്റെ, അതുപോലെ അഷ്റഫിൻ്റെ 3 ആളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളാണ് തന്നിരിക്കുന്നത്. അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ നോക്കിയേ, ബോത്ത് അശോക് ആൻഡ് അബ്രഹാം ലൈക്ക് സ്വിമ്മിങ്. ഇവിടെ നോക്കുമ്പോൾ സ്വിമ്മിങ് ഇഷ്ടമുള്ളത് ആർക്ക് നോക്കിയാൽ അശോകിന് ഇഷ്ടമാണ്, പിന്നെ അബ്രഹാമിന് ഇഷ്ടമാണ്. ഇവിടെ അഷ്റഫിന് ഇഷ്ടമാണോ, അഷ്റഫിനും ഇഷ്ടമാണ്. വേണമെങ്കിൽ നമുക്ക് അതും എഴുതാൻ പറ്റും. ബോത്ത് അശോക് ആൻഡ് അബ്രഹാം എന്ന് പറയുമ്പോൾ 2 എണ്ണം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ബോത്ത് അശോക് ആൻഡ് അബ്രഹാം ലൈക്ക് സ്വിമ്മിങ്. നമുക്ക് എങ്ങനെ എഴുതാം, ബോത്ത് അഷ്റഫ് ആൻഡ് അബ്രഹാം ലൈക്ക് സ്വിമ്മിങ് എന്നും നമുക്ക് എഴുതാം, കുഴപ്പമില്ല. ഇനി നൈദർ നോർ എന്ന് പറഞ്ഞാൽ 2ഉം ഇല്ല എന്നർത്ഥം. അപ്പം നൈദർ അശോക് നോർ അബ്രഹാം ലൈക്ക് സൈക്ലിംഗ്. ഡിസ്ലൈക്ക് അതിൻ്റെ താഴെ അശോക് നോക്കി, അശോകിൻ്റെ അവിടെ ഡിസ്ലൈക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ താഴെ സൈക്ലിംഗ് കണ്ട.
എബ്രഹാമിൽ നോക്കിയപ്പോൾ എബ്രഹാമിനും സൈക്ലിംഗ് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എഴുതി രണ്ടാൾക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ നൈദർ അശോക് നോർ എബ്രഹാം ലൈക്ക് സൈക്ലിംഗ്. രണ്ടുപേർക്കും സൈക്ലിംഗ് ഇഷ്ടമല്ല. അതാണ് നൈദർ നോറിൻ്റെ മീനിങ്. ഐദർ ഓർ എന്ന് പറഞ്ഞാൽ അശോകിന് ഇഷ്ടമുള്ള സാധനം എബ്രഹാമിന് ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഐദർ അശോക് ഓർ എബ്രഹാം നമുക്ക് എഴുതാം. നെക്സ്റ്റ്, അബ്രഹാം ലൈക്സ് ഫ്രൈഡ് റൈസ് ബട്ട് അഷ്റഫ് ഡിസ്ലൈക്ക് ഇറ്റ്. അബ്രഹാമിന് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, പക്ഷേ അഷ്റഫിന് ഇഷ്ടമല്ല. അശോക് ലൈക്സ് ബോത്ത് ഫുട്ബോൾ ആൻഡ് ബോക്സിങ്. അശോകിന് ഫുട്ബോളും ബോക്സിങ്ങും ഇഷ്ടമാണ്. ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും. അശോക് ലൈക്സ് സ്വിമ്മിങ് ആൻഡ് റെസ്ലിംഗ്. അശോകിന് സ്വിമ്മിങ്ങും റെസ്ലിങ്ങും ഇഷ്ടമാണ്. അപ്പോൾ ആൻഡും വന്നു അവിടെ. ഇനി ബോത്ത് അഷ്റഫ് ആൻഡ് അശോക് ഡിസ്ലൈക്ക് ഗോബി മഞ്ചൂരിയൻ. അഷ്റഫിനും അശോകിനും ഗോബി മഞ്ചൂരിയൻ ഇഷ്ടമല്ല. ബോത്ത്, രണ്ടാൾക്കും. അബ്രഹാം ലൈക്സ് ബോക്സിങ് ആൻഡ് സ്വിമ്മിങ്. അബ്രഹാമിന് ബോക്സിങ്ങും സ്വിമ്മിങ്ങും ഇഷ്ടമാണ്. നൈദർ അബ്രഹാം നോർ അഷ്റഫ് ലൈക്ക് ഫ്രൈഡ് റൈസ്. അബ്രഹാമിനോ അഷ്റഫിനോ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല. നൈദർ നോർ എന്ന് വെച്ചാൽ അല്ല എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ടൈമായി, അതുകൊണ്ട് നെക്സ്റ്റ് പാർട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങളതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. താങ്ക്